Praise the Lord. Praise കർത്താവിൽ the Lord. അനുഗ്രഹിക്കപ്പെട്ട ഈ അവസരത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. അനുഗ്രഹീതമായ ചാപ്പൽ സർവീസിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നാം കേട്ട എല്ലാ നല്ല ദൈവിക ആലോചനകൾക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് പ്രിയ മേഴ്സി മനോജ് സിസ്റ്ററിനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പാസ്റ്റർ വി പി ജോണിനെ ഓർത്തും സ്തോത്രം ചെയ്യുന്നു. കർത്താവ് സഹായിക്കട്ടെ. പാട്ടുപാടിയ പ്രിയ സഹോദരിയെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് മൂന്നാമത്തെ മിഷണറി യാത്ര നമ്മൾ പഠിച്ചു കഴിഞ്ഞ ശേഷം പൗലോസിന്റെ ജീവിതത്തിലെ വളരെ നിർണായകമായ ചില ഘട്ടങ്ങളെ കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ മിഷണറി യാത്ര വളരെ വിപുലമായ ഒരു ദൈർഘ്യമുള്ള ഒരു യാത്രയായിരുന്നു. രണ്ടാമത്തെ മിഷണറി യാത്ര അതുപോലെ ഇച്ചിരി ദൈർഘ്യമുള്ളതായിരുന്നു. മൂന്നാമത്തെ മിഷണറി യാത്രയിൽ പൗലോസ് അന്ത്യോക്യയിൽ നിന്ന് യാത്ര ആരംഭിച്ച് നമ്മൾ പഠിച്ചതാണ് ഗലാത്യ, ഫ്രുഗ്യ, ഗലാത്യയുടെ തന്നെ ഫ്രുഗ്യ ദേശങ്ങളിലൂടെ സഞ്ചരിച്ചിട്ട് എഫെസോസിൽ പൗലോസ് രണ്ടാം തവണ എത്തുന്നു. അവിടെ നിന്നും കൊരിന്തിലേക്കും ഫിലിപ്പിയിലേക്കും വരുന്നു. പിന്നീട് ത്രോവാസ്, മക്കതോന്യ തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് കപ്പൽ മാർഗം മിലേത്തോസിൽ എത്തുന്നു. കോസ്, റോദോസ് എന്നീ സ്ഥലങ്ങൾ സഞ്ചരിക്കുന്നു. അതിനുശേഷം പത്തര, അതിനുശേഷം സോർ എന്ന് പറയുന്ന ഒരു തുറമുഖത്തേക്ക് വരുന്നു. അങ്ങനെ അവിടെ നിന്നും കൈസരിയ വഴി പൗലോസ് യെരുശലേമിലെത്തി. അപ്പം ഈ മൂന്നാമത്തെ മിഷണറി യാത്ര അവസാനിപ്പിച്ചതിന് ശേഷം യെരുശലേമിൽ സഹോദരന്മാരോട് ഒരുമിച്ച് പൗലോസ് താമസിക്കുന്ന, അല്ലെങ്കിൽ പൗലോസ് അവരോടൊരുമിച്ച് കൂട്ടായ്മ ആചരിക്കുന്ന ഒരു പരാമർശം നമുക്ക് കാണുവാൻ കഴിയും. 21-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം നാം വായിക്കുന്നത് പൗലോസിനെ കുറിച്ചുള്ള യെരുശലേമിലുള്ള ഉണ്ടായിരുന്ന പൗലോസിനെ കുറിച്ച് ഫിലിപ്പോസിന്റെ വീട്ടിൽ വെച്ചുണ്ടായ ഒരു പ്രവചനത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ആ പ്രവചനത്തിൽ പൗലോസിനോട് പറഞ്ഞു, നിങ്ങൾ യെരുശലേമിൽ നിങ്ങളെ നിങ്ങളുടെ ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കും. അപ്പൊ ദൈവാത്മാവ് വരുവാൻ പോകുന്ന കഷ്ടങ്ങളെ കുറിച്ച് വളരെ മുന്നറിയിപ്പ് പൗലോസിന് നൽകി. എന്നാൽ പൗലോസിന് തനിക്ക് മുമ്പിൽ കഷ്ടങ്ങളും പ്രതികൂലങ്ങളും ഉണ്ട് എന്നുള്ള ദൈവ ആലോചന ലഭിച്ചിട്ടും പൗലോസ് എന്തുകൊണ്ടാണ് പിന്നെയും യെരുശലേമിലേക്ക് പോയത് എന്ന് പലപ്പോഴും നമ്മൾ ചോദിക്കും. അവിടെ അറസ്റ്റ് ചെയ്യപ്പെടും, അവിടെ പിടിക്കപ്പെടും. അപ്പൊ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോകരുത്, അവിടെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ആളുകൾ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ പോകാൻ താല്പര്യപ്പെടുത്തും. അതാണ് മാനുഷികമായ നിലയിലുള്ള ഒരു 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 സുരക്ഷിതമായ കാര്യമെന്ന് പറയുന്നത് അതാണ്. എന്നാൽ പൗലോസ് സുരക്ഷിതമായ മേഖലകൾ തിരഞ്ഞെടുക്കുവാൻ തയ്യാറായിരുന്നില്ല. മാനുഷികമായി ഒരു സുരക്ഷിതമായ ജീവിത രീതി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലം താൻ തിരഞ്ഞെടുക്കുവാൻ തയ്യാറായില്ല. അതുമാത്രമല്ല, യെരുശലേമിൽ പോകരുത് എന്ന് ചില സഹോദരന്മാരാണ് തന്നോട് പറഞ്ഞത്. ദൈവാത്മാവ് ഒരിക്കലും യെരുശലേമിലേക്ക് പോകരുതെന്ന് പൗലോസിനോട് പറഞ്ഞില്ല. ദൈവാത്മാവ് പറഞ്ഞു, നിനക്ക് അവിടെ കഷ്ടങ്ങളും ബന്ധനങ്ങളും നിനക്ക് ഉണ്ട്. അതുപോലെ പ്രവാചകൻ തന്റെ കച്ച എടുത്ത് കെട്ടിയ ശേഷമായിട്ട് പറഞ്ഞത്, ഈ കച്ചയുടെ ഉടമസ്ഥനെ ഇതുപോലെ യെരുശലേമിൽ ബന്ധിക്കും. അപ്പൊ പൗലോസിന്റെ മറുപടി എന്തായിരുന്നു? 21-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ താൻ പറയുന്നു, നിങ്ങൾ കരഞ്ഞ് എന്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നതെന്ത്? കർത്താവായ യേശുവിന്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, യെരുശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ സഹോദരന്മാർക്കെല്ലാം വലിയ സങ്കടമുണ്ടായി. അവനോട് പറഞ്ഞു, യെരുശലേമിൽ പോകരുത് എന്ന് പറഞ്ഞു. അപ്പം അവിടെയുള്ള ആളുകളൊക്കെ തന്നോട് പറഞ്ഞു, യെരുശലേമിൽ പോകരുത്. സോറിൽ വെച്ചുള്ള ആളുകളൊക്കെ തന്നോട് പറഞ്ഞു, യെരുശലേമിൽ പോകരുത്. ഫിലിപ്പോസിന്റെ വീട്ടിൽ വെച്ചുള്ള ആളുകൾ, അവർക്ക് വലിയ സങ്കടമായി. അവരുടെ പ്രിയപ്പെട്ട അപ്പോസ്തലൻ കഷ്ടമനുഭവിക്കുവാൻ
അവിടെ കഷ്ടങ്ങളും പ്രതികൂലങ്ങളും കാത്തിരിക്കുമ്പോൾ അങ്ങോട്ട് പോകുവാൻ പാടില്ല എന്ന് അവർ പറഞ്ഞു. പക്ഷെ പൗലോസ് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ എന്നെ, നിങ്ങളുടെ സങ്കടം കൊണ്ട് നിങ്ങൾ കരഞ്ഞിട്ട് എന്റെ ഹൃദയത്തെ തകർക്കരുത്. പൗലോസ് തന്റെ തീരുമാനം അറിയിക്കുകയാണ്. എന്തുവാ തീരുമാനം? കർത്താവായ യേശുവിന്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, പിന്നെ യെരുശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. അപ്പം പൗലോസിനെ സംബന്ധിച്ച് മരിക്കുവാൻ തയ്യാറാണ് പൗലോസ്. ശുശ്രൂഷയെ സംബന്ധിച്ച് പറയുന്നത് മരണം അവരുടെ ശരീരത്തിൽ വഹിക്കുന്നുവെന്ന്. അപ്പൊ മരണവും കഷ്ടവും വഹിച്ചുകൊണ്ടാണ് പൗലോസ് പോകുന്നത്. അതുകൊണ്ടാണ് പൗലോസ് കൃപാവരങ്ങളെ കുറിച്ച് പറയുമ്പോൾ കഷ്ടം സഹിക്കുവാനുള്ള വരം എന്ന് പൗലോസ് പറയുന്നത്. അപ്പോൾ അതൊരു വരമായിട്ട് തന്നെയാണ് പൗലോസ് സ്വീകരിക്കുന്നത്. മറ്റുള്ള വരങ്ങളെ പോലെ, ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ഒക്കെ വരങ്ങളെ പോലെ തന്നെ കഷ്ടം സഹിക്കുക എന്ന് പറയുന്നത് ഒരു വരം തന്നെയാണ്. നമുക്കറിയാം, ചിലയിടങ്ങളിലൊക്കെ ദൈവദാസന്മാര്, കർത്താവിന്റെ വേലക്കാര് വളരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവരുടെ ജീവിതകാലത്തിൽ അവർ ശുശ്രൂഷ ചെയ്യാറ്. മറ്റു ചില ഇടങ്ങളിലും മറ്റു ചില ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രതികൂലങ്ങളും കഷ്ടങ്ങളും തടസ്സങ്ങളും ഒക്കെ സംഭവിക്കുന്നത് നമുക്ക് കാണാം. ചില ആളുകളുടെ ജീവിതത്തിൽ നിരന്തരമായ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നത്. അപ്പോൾ അതൊക്കെ മാറിപ്പോകുവാനായിട്ട് ദൈവമക്കൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും അങ്ങനെയുള്ള പ്രാർത്ഥനകളിലൂടെ വലിയ വ്യത്യാസങ്ങൾ കാണുവാൻ ചിലപ്പോഴൊക്കെ കഴിയത്തുള്ളൂ. പൂർവ്വകാല മിഷണറിമാരുടെയൊക്കെ ചരിത്രം പഠിച്ചു നോക്കിയാൽ അവരൊക്കെ കഷ്ടം സഹിച്ചു എന്ന് മാത്രമല്ല, ചില ദേശങ്ങളിൽ, ഇപ്പൊ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ആഫ്രിക്കൻ കാടുകളിലോ പിന്നെ അതുപോലെയുള്ള ചില ദേശങ്ങളിലൊക്കെ അധികാലത്ത് സുവിശേഷവുമായി പോയ ആളുകൾ, ആദിവാസികളുടെ വിഷയമ്പേറ്റ് മരിച്ചവരുണ്ട്, മറ്റു ചില ആളുകളെ വെട്ടിക്കൊന്നിട്ടുണ്ട്. അപ്പൊ പല രാജ്യങ്ങളിലും മിഷണറിമാര് പ്രവർത്തിച്ച സമയത്ത് അവരുടെ ജീവൻ തന്നെ അവര് ആ സുവിശേഷത്തിന് വേണ്ടി ആ ദേശത്ത് കൊടുത്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ദൈവത്തിന് അവരെ ഉടനടി രക്ഷിക്കാൻ പാടില്ലായിരുന്നു എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ പദ്ധതി ചിലപ്പോൾ ചില മിഷണറിമാർ, ചില കർത്താവിന്റെ ദാസന്മാർ ചില ദേശങ്ങളിൽ കഷ്ടം സഹിക്കണം എന്നുള്ളതും അതൊരു സാക്ഷ്യത്തിന് വേണ്ടി, അതൊരു സാക്ഷ്യമാണ്. അവരുടെ ജീവിതം സമ്പൂർണമായി സുവിശേഷത്തിന് വേണ്ടി സമർപ്പിക്കുന്നതിന്റെ ഒരു അടയാളമായിട്ട് നമുക്കത് കാണുവാൻ കഴിയും. ആദിമ നൂറ്റാണ്ടിലെ ക്രൈസ്തവര് ഉപദ്രവിക്കപ്പെടാത്തവർ ചുരുക്കമായിരുന്നു. ഒരു വീട്ടിൽ 1, 2, 3 വിധവമാരുണ്ടായിരുന്ന കാലഘട്ടമാണ്. അതുകൊണ്ടാണ് 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ വിധവമാർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ പ്രത്യേകമായിട്ട് സഹോദരിമാരെയും ഡീക്കന്മാരെയും ഒക്കെ നിയോഗിക്കുന്നത് തന്നെ നമുക്കറിയാം. അപ്പൊ അന്നത്തെ കാലത്ത് ഈ സൺഡേ സ്കൂളിനേക്കാൾ വലിയ പ്രാധാന്യമായിരുന്നു വിധവമാരെ ശുശ്രൂഷിക്കുക എന്നുള്ളത്. ഇന്ന് നമുക്ക് രാവിലെ എന്താണ് സൺഡേ സ്കൂളാണ്. പക്ഷെ അന്ന് രാവിലെ വിധവമാരെ ശുശ്രൂഷിക്കുകയാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവരുടെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുക, അവരുടെ മുട്ട് തീർക്കുക, അവരെ പഠിപ്പിക്കുക, അങ്ങനെയൊക്കെയുണ്ട്. അവരെ എൻകറേജ് ചെയ്യുക. കാരണം വലിയ നിരാശയാണ്. അവരുടെ ആണായിട്ടുള്ളവരെല്ലാം രാജാക്കന്മാരുടെയും അധികാരികളുടെയും പീഡനത്താൽ നഷ്ടപ്പെട്ടു പോയി. ഞാൻ ഒരു സമയത്ത് കൽക്കട്ടയില്, വെസ്റ്റ് ബംഗാളില് പോയതിനു ശേഷം അവിടുന്ന് സുന്ദർബൻ ഐലൻഡ്സ് എന്ന് പറയുന്ന ഒരു ഐലൻഡ്സ് ഉണ്ട്. അത് ഒരുപാട് ദ്വീപുകളാണ്. ഈ കടൽ വെള്ളം കയറി കിടന്നിട്ട് വേലിയേറ്റം ഉണ്ടാകുമ്പോൾ നമുക്ക് ബോട്ടിൽ യാത്ര ചെയ്ത് അതില് 10-30 ദ്വീപുകളിൽ മാത്രമേ ആളുതാമസമുള്ളൂ. പിന്നെയും ധാരാളം ദ്വീപുകളുണ്ട്. അവിടെ ഈ ബംഗാൾ ടൈഗേഴ്സ്, ബംഗാൾ കടുവകളുള്ള സ്ഥലമാണ്. മത്സ്യബന്ധനമാണ് അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ. വളരെ ചെടിയൊക്കെ നിറഞ്ഞിട്ടുള്ള ദ്വീപ്, കൊച്ചു കൊച്ചു തുരുത്തുകളാണ്. അപ്പോൾ അവിടുത്തെ പ്രവർത്തനങ്ങളിൽ ഒരു പ്രാവശ്യം എനിക്ക് സന്ദർശിക്കുവാൻ കഴിഞ്ഞു. വളരെ റിസ്കി ആയിട്ടുള്ള യാത്രയാണ്. ഈ വെള്ളം പൊങ്ങിക്കിടക്കുമ്പോൾ ഈ വേലിയേറ്റമുള്ള സമയത്ത് ഈ ബോട്ട് കുറച്ച് നല്ല രീതിയിൽ പോകത്തുള്ളൂ. വേലിയിറക്കം വരുന്നതിന് മുമ്പ് തന്നെ ഡെസ്റ്റിനേഷനിൽ എത്തണം, ഇല്ലെങ്കിൽ ഈ ബോട്ടിന്റെ യാത്ര വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് പലയിടങ്ങളും സന്ദർശിച്ചു.
അപ്പൊ അവിടെ അന്ന് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു മിനിസ്ട്രി എന്ന് പറയുന്നത് വിധവകളുടെ ഇടയിലുള്ള മിനിസ്ട്രിയാണ്. കാരണം അവിടെയുള്ള മിക്ക ദ്വീപുകളിലും ജനസംഖ്യയിൽ ഇപ്പൊ 100 പേരോ 200 പേരോ ആണ് ഒരു ദ്വീപിലുള്ളതെങ്കിൽ അതിൽ ഭൂരിപക്ഷം ആളുകളും വിധവമാരാണ്. കാരണം അവർ സുവിശേഷത്തിന് വേണ്ടി വിധവമാരായതൊന്നുമല്ല. അവരുടെ ഭർത്താക്കന്മാർ ഈ കായലിന്റെ തീരത്തേക്ക് അല്ലെങ്കിൽ ഈ ബാക്ക് വാട്ടേഴ്സിന്റെ സമീപത്തേക്ക് ഇവര് പിന്നെ ബംഗാൾ ഉൾക്കടലാണ്, അപ്പൊ അത് കയറി കിടക്കുക. മത്സ്യബന്ധനത്തിന് വേണ്ടി ഇപ്പോൾ അവരുടെ തൊഴിൽ അതാ. ഈ മത്സ്യബന്ധനത്തിന് പോയി വല വീശുകയോ ചൂണ്ടയിടുകയോ ചെയ്യുന്ന സമയത്ത് പുറകിൽ കൂടെ വന്നിട്ട് ഈ ബംഗാൾ കടുവകൾ ഇവരെ അടിച്ചെടുത്തുകൊണ്ട് പോകും. അവരുടെ ശരീരം പോലും കിട്ടത്തില്ല. അപ്പൊ അത് അവരുടെ ഒരു സാമൂഹികമായ പ്രശ്നമാണ്. അങ്ങനെ നഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളില് ഉപജീവനത്തിന് മാർഗമില്ലാതെ, വീട് വയ്ക്കാൻ നിവൃത്തിയില്ലാതെ, തൊഴിൽ ചെയ്യാൻ കഴിയാതെ കഴിയുന്ന ഒരുപാട് ആളുകൾ അങ്ങനെയുള്ള ഈ സുന്ദർബാൻ ഐലൻഡ്സിലും. അപ്പൊ അവരുടെ ഇടയിൽ ഒരു മിനിസ്ട്രി ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ പോവുകയും അവരുടെ റീഹാബിറ്റേഷൻ സെന്റർ, അതുപോലെ അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഇവരൊക്കെ ഞങ്ങൾ അന്ന് സന്ദർശിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ മനസ്സിൽ വന്ന ഒരു കാര്യം 1-ാം നൂറ്റാണ്ടിലെ സഭയെക്കുറിച്ചാണ്. കാരണം ആണുങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞ് ജീവിക്കുവാൻ നിവൃത്തിയില്ലാതെ വരുന്ന നിസ്സഹായരായിട്ട് നിൽക്കുന്ന ആളുകൾ. അപ്പം അവരെ ആദിമസഭ കൈത്താങ്ങൽ കൊടുത്ത് കൊണ്ടുവന്ന ഒരു കാലം നമുക്ക് കാണുവാൻ. അപ്പൊ 1-ാം നൂറ്റാണ്ടിൽ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു വലിയ പീഡനം കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവരാരും കർത്താവിനെ ഉപേക്ഷിക്കുവാനായിട്ട് തയ്യാറായിരുന്നില്ല. കാരണം കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നത് അഭിമാനമായിട്ട് കാണുവാൻ കഴിയുന്ന ഒരു കാലഘട്ടമായിരുന്നു 1-ഉം 2ഉം നൂറ്റാണ്ടുകളൊക്കെ എന്ന് നമുക്കറിയാം. അപ്പൊ ഈ കാലഘട്ടങ്ങളിൽ നാം ഈ കഷ്ടങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ഇന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കഷ്ടങ്ങൾ ഒട്ടും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയായിട്ടാണ് കർത്താവിനെ സേവിക്കുന്ന ആളുകളുടെ മനസ്സിലുള്ളത്, അല്ലേ? അപ്പം കഷ്ടങ്ങളിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കർത്താവിനെ പിൻപറ്റുന്നത്. അവന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറണം, എൻ്റെ രോഗങ്ങളെല്ലാം മാറണം, ഞങ്ങളുടെ പിള്ളേരെല്ലാം നല്ല നിലയിലാവണം. അപ്പൊ അങ്ങനെ നമുക്ക് നല്ല ആഗ്രഹങ്ങളാണ്. പക്ഷെ നമ്മളിന്ന് ഡിവോഷനിൽ കേട്ടതുപോലെ കർത്താവിനെ പിൻപറ്റുന്ന ആളുകളുടെ ഈ കാലഘട്ടത്തിലെ ചിന്താഗതി എന്ന് പറയുന്നത് അതാണ്. അവർക്ക് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാകണം, അതിനുവേണ്ടിയുള്ള ഒരു മാർഗമാണ് ഈ സുവിശേഷം അല്ലെങ്കിൽ സഭ എന്ന് ചിന്തിച്ചു പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രചാരണവും ഒരു ധാരണയും സമൂഹത്തിൽ ഇവരുണ്ടാക്കും. ഇന്ന് അങ്ങനെയുണ്ട്. ഇപ്പൊ നമ്മൾ ആണെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ കഷ്ടങ്ങളെല്ലാം മാറും, നിങ്ങളുടെ പ്രയാസങ്ങളെല്ലാം മാറും, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വാ, അല്ലെങ്കിൽ കർത്താവിനെ അറിയാം. അങ്ങനെ നാം സുവിശേഷം പങ്കുവെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ വിശ്വാസ ഭവനങ്ങളിലോ ഒരു രോഗം ഉണ്ടാകുന്നു, ഒരു മരണം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു പ്രയാസം ഉണ്ടാകുന്നു. ഈ സമയത്ത് നിങ്ങളുടെ ദൈവം എന്താ മിണ്ടാതിരിക്കുവാണോ എന്ന് നമ്മളോട് ആളുകൾ ചോദിക്കും, അല്ലേ? അപ്പം അതൊരു സുവിശേഷത്തിന്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ഈ സൗഖ്യവും ഈ അനുഗ്രഹങ്ങളും ഒക്കെ. സുവിശേഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സത്യദൈവത്തെ കണ്ടുമുട്ടുകയും ആരാധനയ്ക്ക് യോഗ്യനായ സത്യദൈവത്തെ ആരാധിക്കുകയും കർത്താവ് ഒരുക്കിയ ആ ആത്മരക്ഷ പ്രാപിക്കുകയും പ്രത്യാശയോടെയും വിശുദ്ധിയോടെയും ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതാണ് പ്രധാനം. അപ്പൊ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഈ ജീവിതത്തിന്റെ ഭാഗമായിട്ട്, ഒരു വരമായിട്ട് അന്ന് കണ്ടതുപോലെ ഇന്നും കാണുവാൻ നമുക്ക് കഴിയണം. അപ്പം അതുകൊണ്ട് നമ്മൾ അധ്വാനിച്ച് കഴിയുന്നവരായിരിക്കണം, നാം ബുദ്ധിയുള്ളവരായിരിക്കണം, നമുക്ക് വരുമാന മാർഗം ഉണ്ടാകണം. അപ്പം ഇതെല്ലാം നമുക്ക് ദൈവം ബുദ്ധിയും കഴിവും ആരോഗ്യവും ഒക്കെ തരുന്നതിന് വേണ്ടിയാണ്. അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഓർത്ത് നാം ഭാരപ്പെടുകയല്ല, മറിച്ച് പ്രത്യേകിച്ചും സുവിശേഷം നിമിത്തമായിട്ട് ഒരു പ്രയാസം ഉണ്ടാകുന്നുവെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കുവാനും അതിൽ സന്തോഷിക്കുവാനും ഒക്കെ നമുക്ക് കഴിയണം. കാരണം കർത്താവിന് ആ കഷ്ടങ്ങൾക്ക് പിന്നിൽ ഒരു വലിയ ഉദ്ദേശമുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കുക. ആ കഷ്ടങ്ങൾക്ക് പിന്നിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. അപ്പൊ ആ കഷ്ടങ്ങളിൽ നിന്ന് ഓടിപ്പോകുവാനല്ല നാം ശ്രമിക്കുക, മറിച്ച് ആ കഷ്ടങ്ങളിൽ നിലനിൽക്കുമ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശം അവിടെ വെളിപ്പെടുവാനിടയായിത്തീരും. ഒരിക്കലും കർത്താവിന്റെ നാമത്തിന് വേണ്ടി യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ശുശ്രൂഷിക്കുന്ന ഒരു ദൈവദാസനെയോ ഒരു ദൈവദാസിയെയോ ഒരു കഷ്ടമോ പ്രയാസമോ ജീവിതത്തിൽ വരുമ്പോൾ ദൈവം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, കൈവിടത്തില്ല. കർത്താവ് ഇപ്പൊ പൗലോസിന്റെ കാര്യം തന്നെ അറിയാം. ഇത്രയും കഷ്ടങ്ങളെല്ലാം സഹിച്ചു കഴിഞ്ഞിട്ട് നിൽക്കുമ്പോൾ കർത്താവിന്റെ പ്രത്യക്ഷത ഉണ്ടാവുകയാണ്. അപ്പൊ ഇനിയുള്ള സമയങ്ങളിൽ പൗലോസിനോട് കർത്താവ് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നുണ്ട്.
കർത്താവിന്റെ ദൂതൻ ഇടയ്ക്കിടയ്ക്ക് തന്റെ അടുത്ത് വരുന്നു. അപ്പം ദൈവത്തിന്റെ ഒരു വലിയ കരുതൽ പൗലോസിന്മേൽ ഉണ്ടായിരുന്നു. ആ ചിറകിന്റെ തണലിലായിരുന്നു തന്റെ കഷ്ടങ്ങളും പ്രയാസങ്ങളും തന്റെ അറസ്റ്റും തന്റെ യാത്രകളും എല്ലാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിലും ഒരു കർത്താവിന്റെ ഒരു ചിറകിന്റെ നിഴലുണ്ട്. കർത്താവ് എന്നെ ഉപേക്ഷിക്കുകയല്ല, മറിച്ച് കർത്താവ് എന്നെ തന്റെ ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി എന്നെ ഉപയോഗിക്കുകയാണ് എന്നുള്ള ആ ഒരു ബോധ്യത്തിലൂടെയാണ് നാം മുമ്പോട്ട് വരേണ്ടത്. അപ്പോൾ പൗലോസ് പറഞ്ഞു, ഞാൻ മരിക്കാൻ തയ്യാറാ, പിന്നെ എന്നെ ബന്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് അർത്ഥമില്ലല്ലോ. മരിക്കാൻ തയ്യാറായ ഒരു വ്യക്തിയെ ജയിലിൽ ഇടാൻ പോകുമ്പോ എന്ന് പറഞ്ഞാൽ പേടിക്കുന്നു. മരണം കാത്തുകൊണ്ടാണ് പൗലോസ് യാത്ര ചെയ്യുന്നത്. കർത്താവും അങ്ങനെ തന്നെയായിരുന്നു. കർത്താവ് ഗത്സമനയിൽ പ്രാർത്ഥിച്ച് തന്റെ ആത്മാവിനെ എല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ പരമേൽപ്പിക്കുന്ന, അല്ലെങ്കിൽ തന്റെ ഹിതത്തിന് വേണ്ടി സമർപ്പിച്ച് കഴിയുമ്പോഴാണ് ഇവര് തീപ്പന്തവും വാളും എല്ലാമായിട്ട് വലിയ സംഘമായിട്ട് കർത്താവിന്റെ അടുക്കിലേക്ക് വരും. കർത്താവിനെ പിടിക്കാൻ വേണ്ടി വന്ന ആളിനെ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് ഈ യൂദാസ് കർത്താവിനെ ഒന്ന് ഒറ്റി കൊടുക്കുന്നത്. അതായിരുന്നു അവന്റെ അടയാളം. ചുംബിക്കുന്നത് അതായിരുന്നു അവന്റെ അടയാളം. അപ്പൊ നീ ഇങ്ങനെയാണോ എന്നെ ഒറ്റിക്കൊടുക്കുന്നത് സ്നേഹിത എന്ന് ചോദിക്കുന്നു. അതിനുശേഷം അവനെ പിടിപ്പാനായിട്ട് വന്ന പടയാളികൾ മുമ്പോട്ട് വന്നിട്ട് നീയാണോ യേശു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആകുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ ഞെട്ടി പുറമോട്ട് പോയി എന്നാണ് പറയുന്നത്. ഞാനാകുന്നു. കാരണം കർത്താവ് പ്രഖ്യാപിച്ചത് എന്താണെന്ന് അറിയാമോ? ഞാനാകുന്നു, ഐ ആം ദാറ്റ് ഐ ആം. മോശയോട് കൊണ്ട് പറഞ്ഞ ഐ ആം ഉണ്ടല്ലോ, ഞാനാകുന്നു എന്ന് പറഞ്ഞവൻ, സർവത്തിന്റെയും ഉടയവനായ സർവശക്തനായ ദൈവം, സർവശക്തിയുള്ള ദൈവം, എൽ ശദായ്. അപ്പൊ ആ ദൈവത്തിന്റെ ഉപയോഗിക്കുന്ന സ്വരമാണ് ഐ ആം എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു പ്രഖ്യാപനത്തിൽ അവർ ഞെട്ടിപ്പോയി. പക്ഷെ കർത്താവ് അവരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. കാരണം ഇനിയും തന്റെ മുമ്പിൽ ആ പാനപാത്രമാണുള്ളത്. ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ ജീവനെ ഒഴുക്കിക്കളയുന്ന ആ ഒരു പാനപാത്രം താൻ ഇനിയും കുടിക്കുവാൻ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് തനിക്ക് അവരുടെ കരങ്ങളിലോട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. അപ്പൊ കർത്താവിന്റെ ജീവിതം അങ്ങനെ തന്നെയാണ്. യെരൂശലേമിൽ നിന്നെ പിടിക്കാൻ വേണ്ടി യഹൂദന്മാർ നോക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഗൂഢാലോചന നടത്തിക്കൊണ്ട് സന്നിധി സംഘവും എല്ലാവരും കൂടെ ഇരിക്കുകയാണ്. അപ്പൊ ആ സമയത്താണ് ലാസറിന്റെ മരണം സംഭവിച്ചത്. അപ്പൊ ലാസറിന്റെ മരണം സംഭവിച്ചു. പൗലോസ് കർത്താവ് അങ്ങോട്ട് പോകുവാൻ വേണ്ടി ഉള്ള യാത്രയിൽ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ എവിടെ പോകുവാണെന്ന് ശിഷ്യന്മാർ ചോദിച്ചു. നമ്മൾ യെരൂശലേമിലേക്ക് പോവുകയാണെന്ന്. ശിഷ്യന്മാർക്ക് ഭയങ്കരമായ ഭയമുണ്ടായി. അപ്പൊ അവര് പറയുന്നുണ്ട്, നമുക്കും പോകാം, അവന്റെ കൂടെ പോയി മരിക്കാം. അങ്ങനെയാണ് പറയുന്നത്. നമുക്കും പോയി അവനോടൊപ്പം മരിക്കാം. കാരണം അവിടെ പോയാൽ കഷ്ടമാണ്, ഉറപ്പാണ്. പക്ഷെങ്കിൽ കർത്താവ് ആ യാത്ര മാറ്റിവെച്ചില്ല. ലാസറിനെ ഉയർപ്പിച്ചതിന് ശേഷമാണ് കർത്താവിന് പിന്നീട് അറസ്റ്റും അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഒക്കെ പിന്നീട് സംഭവിക്കുന്നതെന്ന് നമുക്ക് അറിയാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെ ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, യെരൂശലേമിൽ മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അപ്പോൾ അവർക്ക് മനസ്സിലായി പൗലോസിനെ സമ്മതിപ്പിക്കുവാനായിട്ട് ഒക്കത്തില്ല. അങ്ങനെ അവര് പൗലോസിനെ വിടുകയാണ്. അവിടുത്തെ താമസം കഴിഞ്ഞിട്ട് യാത്രയ്ക്ക് കോപ്പ് കൂട്ടി യെരൂശലേമിലേക്ക് പോയി. അതിനുശേഷം പൗലോസ് നേരെ യെരൂശലേമിലേക്കാണ് പോകുന്നത്. ആ യെരൂശലേമിൽ കൈസരിയിലെ ശിഷ്യന്മാരിൽ ചിലര് അവിടെ യെരൂശലേം സന്ദർശിക്കുന്നു. അങ്ങനെ അവിടെ ഒന്നും പൗലോസ് എന്ത് ചെയ്യുന്നു? പഴയ ചില ശിഷ്യന്മാരോട് കൂടെ അതിഥികളായിരിക്കേണ്ടതിന് ഞങ്ങളെ അവന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുപോയി യെരൂശലേമിൽ എത്തിയപ്പോൾ പിന്നീട് യെരൂശലേമിലേക്ക് പൗലോസ് പോകുന്നു. അതിനുശേഷം യെരൂശലേമിൽ ചെന്നതിന് ശേഷം തന്റെ ശുശ്രൂഷ, ജാതികളുടെ ഇടയിലുള്ള ശുശ്രൂഷയെ കുറിച്ചൊക്കെ മൂപ്പന്മാരോട് താൻ അറിയിക്കുന്നു. അതിനുശേഷം അവിടെ പൗലോസിന് ഒരു വലിയ പ്രശ്നം നേരിടുകയാണ്. അവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച ഒരു കാര്യമുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ യെരൂശലേമിലുള്ള ആളുകൾ പറഞ്ഞു, പിന്നെ അവരോട് സഹോദര, യഹൂദന്മാരുടെ ഇടയിൽ വിശ്വസിച്ചിരിക്കുന്നവർ എത്ര ആയിരം ഉണ്ട് എന്ന് നീ കാണുന്നുവല്ലോ.
കർത്താവിനെ വലിയ ഒരു സമൂഹം യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് വന്നിട്ടുണ്ട്. അവരെല്ലാവരും ന്യായപ്രമാണ തൽപരന്മാരാകും. അപ്പം ഈ 1-ാം നൂറ്റാണ്ടിലെ ഒരു വലിയ പ്രശ്നം, അപ്പം നമ്മൾ പലയിടങ്ങളിലും കാണുന്ന കാര്യങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, യഹൂദന്മാരിൽ നിന്ന് രക്ഷ നിർണയം പ്രാപിച്ചു വന്ന ആളുകളെല്ലാം ആരായിരുന്നു? ന്യായപ്രമാണ തൽപരരായിരുന്നു. അപ്പൊ ന്യായപ്രമാണത്തിനപ്പുറത്ത് അവർക്ക് മറ്റൊരു ബൈബിളില്ല, മറ്റൊരു പ്രമാണമില്ല. കാരണം പുതിയ നിയമഗ്രന്ഥങ്ങളൊന്നും എഴുതപ്പെടുകയോ അതിന് അങ്ങനെ വായനയ്ക്കോ പഠനത്തിനോ ഉള്ള ഒരു കാലഘട്ടമാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് മോശയും ന്യായപ്രമാണവും അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി. അപ്പൊ അവർ കർത്താവിനെ സ്വീകരിച്ച് മുമ്പോട്ട് വന്നിട്ടും ഈ ന്യായപ്രമാണത്തോടുള്ള താല്പര്യം അവർക്ക് വിട്ടുകളഞ്ഞില്ല. അപ്പൊ ചിലയിടങ്ങളിലൊക്കെ പരിച്ഛേദന കർമ്മം നടക്കുന്നുണ്ട്, ചിലയിടങ്ങളിൽ നടക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടം, പ്രത്യേകിച്ചും വിജാതിയരുടെ ഇടയിലേക്കുള്ള മക്കതോന്യ, ആസിയ തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ പോലെ ആയിരുന്നില്ല യെരുശലേമിൽ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. അവർ കൂടുതലും ന്യായപ്രമാണവാദികളായി. അപ്പൊ അതുകൊണ്ട് അവർ പറഞ്ഞു, ഒരുപാട് ആളുകൾ രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നീ ന്യായപ്രമാണത്തിനെതിരാണ് എന്നുള്ള ഒരു വലിയ പിന്നെ അപവാദം നിന്നെ കുറിച്ച് ഇവിടെയെല്ലാം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് എന്ത് ചെയ്യണം? ഇവിടെ പറയുന്നത്, മക്കളെ പരിച്ഛേദന ചെയ്യരുത് എന്നും നമ്മുടെ മര്യാദ അനുസരിച്ച് നടക്കരുതെന്നും ജാതികളുടെ ഇടയിലുള്ള സകല യഹൂദന്മാരോടും പറഞ്ഞു, മോശയെ ഉപേക്ഷിക്കുവാൻ ഉപദേശിക്കുന്നു എന്ന് അവർ നിങ്ങളെ കുറിച്ച് ധരിച്ചിരിക്കുന്നു. അപ്പൊ പൗലോസിനെ കുറിച്ച് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇപ്പൊ യെരുശലേമിലുള്ളത്. പൗലോസ് ദൈവത്തെയും ദൈവത്തിന്റെ പ്രവാചകനെയും ദൈവത്തിന്റെ തിരുവെഴുത്തുകളെയും പ്രമാണങ്ങളെയും ഉപേക്ഷിക്കുവാൻ ഉപദേശിക്കുന്ന ഒരു ദുരുപദേശകനായിട്ട് പൗലോസിനെ യെരുശലേമിലുള്ള ആളുകൾ കാണുകയാണ്. കാരണം അവര് വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെ പൗലോസ് എതിർക്കുന്നുണ്ട്. അതുകൊണ്ട് യെരുശലേമിലെ ക്രൈസ്തവർക്ക് പൗലോസിനെ കുറിച്ച് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ. അതുകൊണ്ട് അവർ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ആകയാൽ എന്താകുന്നു വേണ്ടത്? നീ വന്നിട്ടുണ്ട് എന്ന് അവർ കേൾക്കുന്നു, ഞങ്ങൾ നിന്നോട് പറയുന്നത് ചെയ്യുക. നേർച്ചയുള്ള 4 പുരുഷന്മാർ ഞങ്ങളുടെ ഇടയിലുണ്ട്. അവരെ കൂട്ടിക്കൊണ്ട് അവർക്ക് വേണ്ടി ചെലവ് ചെയ്യുക. ഇത് നാസർ വ്രതം എടുക്കുന്ന ഒരു പതിവ് യഹൂദന്മാരുടെ ഇടയിലുണ്ട്. അത് കർത്താവിന്റെ കാലഘട്ടത്തിലും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നാസർ വ്രതം എടുത്തതിന് ശേഷം അവരുടെ വ്രതം അവസാനിക്കുന്ന സമയത്ത് അവരുടെ തല മുണ്ടനം ചെയ്ത് അവർ ശുദ്ധി ചെയ്ത് വഴിപാടൊക്കെ കഴിച്ച് വരുന്ന ഒരു രീതിയും. അപ്പൊ യഹൂദന്മാരെ സംബന്ധിച്ച് അത് പിന്നെ വളരെ നിഷ്ഠയോടുകൂടി ചെയ്യുന്ന ഒരു കർമ്മമാണ് ഈ നാസർ വ്രതവും അങ്ങനെയുള്ള നേർച്ചയും ഒക്കെ കഴിക്കുക എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ച് അവർക്കതൊരു സാധാരണമായ ഒരു ആത്മീകമായ ഒരു ചടങ്ങായിട്ട് തന്നെയാണ് അത് കാണുന്നത്. അപ്പം ആയിരക്കണക്കിന് ആളുകൾ ക്രിസ്ത്യാനികളായിട്ട് തീർന്നിട്ടുണ്ട് എന്ന് അവർ പറയുന്നു. പക്ഷെ അവരിൽ പലരും ന്യായപ്രമാണ തൽപരരാണെന്ന് പറഞ്ഞ് ന്യായപ്രമാണം ആചരിക്കുന്നവരും. അപ്പൊ അതിന് വിരോധമായി പ്രസംഗിക്കുന്നത് കൊണ്ട് ഒരു കാര്യം ചെയ്യുക, ഇങ്ങനെയുള്ള ഒരു വ്രതത്തിന് നീ ചെലവ് ചെയ്താൽ മതി. ആ ചെലവ് ചെയ്താൽ മതി എന്ന് പറയാനുള്ള കാരണം, ആ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള സമാപ്തിയിൽ, വ്രതത്തിന്റെ അവസാന സമയത്ത് ശിരോമുണ്ഡനം അല്ലെങ്കിൽ മുടിവെട്ടി കളയുന്ന ആ ഒരു ചടങ്ങിന് പണച്ചെലവുണ്ട്. അതിന് ഭക്ഷണം കൊടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആചാര കർമ്മങ്ങൾക്കൊക്കെ അവർക്ക് പണച്ചെലവുണ്ട്. അങ്ങനെയുള്ള ചെലവുകൾ ആളുകൾ എന്ത് ചെയ്യും? സ്പോൺസർ ചെയ്യാറുണ്ട്. നിന്റെ വ്രത സമാപ്തിയുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, അല്ലെങ്കിൽ ഞാൻ അതിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കാം. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും ചില കല്യാണമൊക്കെ വരുന്നുടനെ കൊച്ചിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ള ഒരു മതാചാരത്തിന് അന്നത്തെ കാലത്തെ യഹൂദന്മാർ അങ്ങനെയുള്ള കാര്യത്തിന് ചെലവ് ചെയ്യുന്നത് ഒരു ദൈവിക അനുഗ്രഹമായിട്ട് കരുതി വന്ന ഒരു കാലം. അപ്പം അത് അങ്ങനെയുള്ള ഒരു പതിവ് ഒരു പക്ഷെങ്കിൽ ഈ വ്രതം എടുക്കുന്ന കാലഘട്ടത്തിലായിരിക്കാം ഇവര് കർത്താവിനെ അറിഞ്ഞത്. അല്ലെങ്കിൽ ഇവര് കർത്താവിനെ അറിഞ്ഞതിന് ശേഷം ഇങ്ങനെയുള്ള വ്രതത്തിന്റെ ആവശ്യമില്ല എന്നുള്ള ബോധ്യമില്ലാതെ ഒരു വ്രതം നേർച്ച നേർന്നതായിരിക്കാം. എന്തായിരുന്നാലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന യഹൂദ ക്രിസ്ത്യാനികൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പരിച്ഛേദന കഴിപ്പിക്കുകയും നാസർ വ്രതം നോക്കുകയും പിന്നെ അതുപോലെ തന്നെ അശുദ്ധമായതൊന്നും കഴിക്കാതിരിക്കുകയും
ജാതികളോട് വേർപെട്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി അന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പത്രോസ് മാത്രമല്ല, ബർന്നബാസ് പോലും ചില സന്ദർഭങ്ങളിൽ യെരുശലേമിൽ നിന്ന സഹോദരന്മാരുടെ സാന്നിധ്യത്തിൽ ജാതികളോടുകൂടെ ഭക്ഷിച്ചില്ല. പൗലോസ് അതിനെ വളരെ എതിർക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ യഹൂദന്മാരല്ലാത്തവരോടുകൂടി ഭക്ഷണം കഴിക്കുന്നത് യെരുശലേമിലെ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ അത് അവരുടെ അക്സെപ്റ്റൻസ് പോകുമെന്ന് ഓർത്തുകൊണ്ട് ഞങ്ങളും നിങ്ങളെ പോലാണെന്നുള്ള രീതിയിൽ അവർ വന്ന സമയത്ത് മാറി നിന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ പൗലോസ് അതിനെ എതിർത്തു. അപ്പൊ എന്ന് പറയുന്നത് പോലെ ഇവിടെ ഇവർക്ക് വേണ്ടി ഒന്ന് ചെലവ് ചെയ്താൽ നിന്നെക്കുറിച്ചുള്ള ധാരണ മാറും എന്ന് പറയുകയും അങ്ങനെ പൗലോസ് ആ കാര്യം ചെയ്തു. അപ്പൊ അത് നേർച്ചക്കാരെയും കൂട്ടിക്കൊണ്ട് പൗലോസ് പിറ്റേ ദിവസം ദേവാലയത്തിൽ ചെന്നു. ദേവാലയത്തിൽ താമസിച്ചു. അവിടെ പ്രാകാരങ്ങളിൽ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. ശുദ്ധീകരണത്തിനുള്ള 7 ദിവസം കഴിഞ്ഞു. അങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ്. ആസിരിയ യഹൂദന്മാർ എപ്പോഴും ഈ സുവിശേഷത്തെ എതിർത്തിരുന്ന ആളുകളാണ്. അപ്പം ആ ഒരു ദേവാലയത്തിൽ വെച്ച് കാണുന്നതിന് മുമ്പ് തന്നെ അവര് എഫേസ്യനായ ത്രമോഫിലോസിനെ കണ്ടിരുന്നു എന്ന് നമുക്ക് ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. അവനെയും കൂട്ടി പൗലോസ് ദേവാലയത്തിൽ വന്നു കാണും എന്ന് തെറ്റിദ്ധരിച്ചു. അപ്പം അവൻ എഫെസോസിൽ വെച്ച് തന്നെ കൊല്ലുവാൻ ശ്രമിച്ചെങ്കിലും രക്ഷപ്പെട്ടു പോന്ന അവനെ വീണ്ടും ജനവികാരം ഇളക്കി വിട്ട് പൗലോസിനെ വീണ്ടും ഉപദ്രവിക്കുവാനുള്ള ഒരു അവസരം ഈ യഹൂദന്മാരെ നോക്കിയിരിക്കുകയാണ്. സുവിശേഷ വിരോധികളായ യഹൂദന്മാർ നോക്കിയിരിക്കുകയാണ്. അപ്പൊ അവര് പറയുന്ന ഒരു കാര്യം, ആ സന്ദർഭത്തിൽ ഈ ആരാണ് എഫേസോസുകാരനായ ത്രോഫിമോസിനെയും കൂടെ പൗലോസ് ഈ പ്രാകാരത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു കാണും, ദേവാലയത്തിലേക്ക് പ്രവേശിപ്പിച്ചു കാണുമെന്ന് ഇവര് ധരിച്ചു. പക്ഷെ അദ്ദേഹം അങ്ങനെ ചെയ്തില്ല. എന്നാൽ ഈ വിജാതീയനെ കൂടെ, എഫെസോസുകാരനെ കൂടെ ദേവാലയത്തിനകത്ത് കയറ്റി കാണും. ഈ ഒരു കർമ്മത്തിന്റെ കാര്യങ്ങൾ 7 ദിവസം ആ ശുദ്ധീകരണ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആ കർമ്മം ചെയ്യുന്നതിന് വേണ്ടി പൗലോസ് അതിന് നേതൃത്വം കൊടുത്തത് കൊണ്ട് ഇവനെ കൂടെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിച്ച് കാണും എന്ന് ഇവരെ ധരിക്കുകയും ഇവരെ വിളിച്ചു പറഞ്ഞു, ഇസ്രായേൽ പുരുഷന്മാരെ സഹായിപ്പീൻ, ഇവനാകുന്നു ജനത്തിനും ന്യായപ്രമാണത്തിനും ഈ സ്ഥലത്തിനും വിരോധമായി എല്ലായിടത്തും ഉപദേശിക്കുന്നവൻ. അവൻ യവനന്മാരെയും ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഈ വിശുദ്ധ സ്ഥലം തീണ്ടിച്ചു. 21-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. അവൻ തീണ്ടിച്ചു. കൂട്ടിക്കൊണ്ടുവന്ന് ഈ സ്ഥലം തീണ്ടിച്ചു എന്ന് തീണ്ടിച്ചു കളഞ്ഞു എന്ന് വിളിച്ചു പോയി. അവർ മുമ്പേ എഫേസ്യനായ ത്രോഫിമോസിനെ അവനോടുകൂടെ നഗരത്തിൽ കണ്ടതിനാൽ പൗലോസ് അവനെ ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ടു വന്നു എന്ന് നിരൂപിച്ചു. അങ്ങനെ നഗരം മുഴുവനും ഇളകുകയാണ്. അപ്പോൾ ഇത് ഒരു നല്ല കാര്യത്തിന് വേണ്ടി ആയിരിക്കാം പൗലോസ് ശ്രമിച്ചത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മാനുഷികമായ ചില രക്ഷപ്പെടുവാനുള്ള മാർഗങ്ങളുണ്ട്. മാനുഷികമായിട്ട് അത് വചനവിരുദ്ധമായിട്ടുള്ള കാര്യമായിരിക്കും. അത് ചെയ്താലും കുഴപ്പമില്ല, നിനക്ക് രക്ഷപ്പെടാം എന്ന് പറഞ്ഞ് ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത് അതൊരു പരിഹാര മാർഗമായിരിക്കില്ല. പൗലോസ് അത് ചെയ്തത് ആ കാലഘട്ടത്തിലെ എല്ലാ യഹൂദന്മാരും ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ന്യായപ്രമാണത്തിന്റെ ആചരണത്തിൽ നിന്നും യഹൂദ ക്രിസ്ത്യാനികൾ പോലും മൊത്തം മുക്തമായിട്ടില്ല. യെരുശലേമിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ഒരു സാധാരണമായിരുന്നു. അതുകൊണ്ട് അത് ന്യായപ്രമാണ ലംഘനമായിട്ടൊന്നും നമ്മൾ കാണേണ്ട ആവശ്യമില്ല. ആ സന്ദർഭം അനുസരിച്ച് പൗലോസിന് അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യേണ്ടി വന്നു. പക്ഷെ അതിന് ആലോചന കൊടുത്തത് അവിടെയുള്ള യെരുശലേമിലെ ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മാനുഷികമായ ആലോചനയാൽ പൗലോസ് ചെയ്യാൻ പോയ കാര്യം തനിക്ക് ഉപകാരം ചെയ്തില്ല എന്ന് നമുക്ക് കാണുമായിരുന്നു. അങ്ങനെ യെരുശലേം മുഴുവനും എന്ത് ചെയ്തു? ഇളകി. യെരുശലേം മുഴുവനും ഇളകി. ന്യായപ്രമാണത്തിനും യെരുശലേമിനുമെതിരെ, ദൈവാലയത്തിനെതിരെ, ന്യായപ്രമാണത്തിനെതിരെ, മോശയ്ക്കെതിരെ സംസാരിക്കുന്ന ആളാണ് പൗലോസ് എന്ന് ഉന്നയിച്ചുകൊണ്ട് അവനെ പിടിക്കുകയാണ്. അപ്പം അങ്ങനെ ഇസ്രായേൽ പുരുഷന്മാരുടെ എല്ലാം സഹായം ചോദിച്ചുകൊണ്ട് വന്നവർ ആക്രോശിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടുവന്നിട്ട് പൗലോസിനെ പിടിച്ചിട്ട് ദേവാലയത്തിന്റെ പുറത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോവുകയാണ്. ദേവാലയത്തിന്റെ പുറത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി അതിനുശേഷം ദേവാലയത്തിന്റെ ആ കവാടവും അവര് അടച്ചു.
അതിന്റെ ഉദ്ദേശം മറ്റുള്ള ആളുകൾ വന്ന് ഇവനെ രക്ഷിക്കരുത്, കാരണം പൗലോസിനെ ഇപ്പോൾ തന്നെ കൊന്നുകളയണം. അപ്പൊ എഫെസോസിൽ വെച്ച് തന്നെ പൗലോസിനെ കൊല്ലുവാൻ ശ്രമിച്ചിരുന്ന ആളുകളുണ്ട്, അവിടെ ഉണ്ടായിരുന്ന ആസിയയിലെ ക്രിസ്ത്യാനികൾ. അപ്പം അതിനുശേഷം പിന്നീട് അവര് പൗലോസിനെ കൊല്ലുവാൻ തക്കം നോക്കിയിരിക്കുകയായി. അപ്പൊ ദൈവത്തിന്റെ ആലോചന അറിയിച്ചതിന് സമാനമായിട്ട് തന്നെയുള്ള സംഭവങ്ങളാണ് നടക്കുന്നത്. അത് പൗലോസ് പ്രതീക്ഷിച്ചിരുന്നതുമാണ്. പക്ഷേ ഇവിടെ അവനെ കൊല്ലുവാൻ വേണ്ടി അവര് എങ്ങനെയെങ്കിലും അവന്റെ സന്നിധിയിൽ നിന്ന് അവനെ കൊല്ലുവാൻ വേണ്ടി, അല്ലെങ്കിൽ ദേവാലയത്തിന്റെ കവാടം അടച്ചു എന്ന് പറയുന്നതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ പൗലോസ് യഹൂദനാണ്, പരീശനാണ്. അവിടെ വെച്ച് വലിച്ചിഴിച്ച് കൊണ്ടുവന്ന് ഇവനെ ഉപദ്രവിക്കുമ്പോൾ എങ്ങാനും കൈവിട്ട് ഇവൻ ദേവാലയത്തിനുള്ളിൽ പ്രവേശിച്ചാൽ ദേവാലയത്തിനുള്ളിൽ വെച്ച് അവർക്ക് കൊല്ലുവാനൊക്കത്തില്ല. അല്ലെ, പഴയ നിയമത്തിൽ പറയുന്നുണ്ടല്ലോ, ദേവാലയത്തിന്റെ യാഗപീഠത്തിന്റെ കൊമ്പുകളെ പിടിച്ച് രക്ഷപ്പെടാം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ദേവാലയത്തിനുള്ളിൽ വെച്ച് ഒരുവനെ ഒരിക്കലും യഹൂദന്മാർ ശിക്ഷിക്കുകയോ കൊല്ലുകയോ ചെയ്യത്തില്ല. അപ്പൊ പൗലോസ് എങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി ദേവാലയത്തിനുള്ളിലേക്ക് ഓടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ദേവാലയത്തിന്റെ വാതിൽ ഇവര് അടച്ച് കളയുന്നത്. അപ്പം അങ്ങനെ ദേവാലയം തീണ്ടിച്ചു എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി പൗലോസിനെ അവിടെ പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു സന്ദർഭം നമുക്ക് കാണുവാൻ കഴിയും. യെരുശലേം ദേവാലയത്തിന്റെ പ്രാകാരത്തിലാണ് സാധാരണയായിട്ട് ആളുകൾ നിൽക്കുന്നത്. പ്രാകാരത്തിലാണ് ആളുകൾ നിൽക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഈ യെരുശലേം ദേവാലയത്തിന്റെ പ്രാകാരം അവിടെ യഹൂദന്മാരല്ലാത്തവർക്കും കയറാമായിരുന്നു. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ച്. മർക്കോസ് 11:15 മുതൽ. അവർ യെരുശലേമിൽ എത്തിയപ്പോൾ അവൻ ദൈവാലയത്തിൽ കടന്നു. ദൈവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി തുടങ്ങി. പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാക്കളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചിട്ട് കളഞ്ഞു. ആരും ദൈവാലയത്തിൽ കൂടി ഒരു വസ്തുവും കൊണ്ടുപോകുവാൻ സമ്മതിച്ചില്ല. പിന്നെ അവരെ ഉപദേശിച്ചു, എന്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നില്ലയോ? നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് അപ്പൊ യെരുശലേം ദേവാലയത്തിന് പുറത്തുള്ള പ്രാകാരം, ഈ പുറത്തുള്ള പ്രാകാരത്തിൽ ജാതികൾക്കും കയറി നിൽക്കാം. ജാതികൾക്ക് ഈ പുറത്തുള്ള പ്രാകാരത്തിൽ കയറി നിൽക്കുന്നത് കൊണ്ട് ദേവാലയം തീണ്ടിക്കുന്നു എന്ന് പറയാൻ ഒക്കത്തില്ല. അവർക്ക് അവിടെ വന്ന് നിൽക്കുവാൻ, അവർക്ക് വിശ്വാസമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ വന്ന് നിൽക്കുവാനുള്ള അനുവാദമുണ്ട്. അപ്പൊ യഹൂദന്മാരല്ലാത്തവർക്കും ജാതികളുടെ പ്രാകാരം എന്ന് പറയുന്ന ഈ പുറം പ്രാകാരത്തിൽ വന്ന് നിൽക്കാം. അതിനുശേഷം കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ നമ്മൾ ഓർത്തിരിക്കണം, ഇപ്പൊ ദേവാലയം നിൽക്കുന്നു, ദേവാലയത്തിന്റെ കവാടത്തിനും ഉള്ളിലുള്ള ഇങ്ങേ അറ്റത്ത് ഒരു പ്രാകാരമുണ്ട്, അല്ലെങ്കിൽ ഒരു മുറ്റമുണ്ട്. ആ മുറ്റത്ത് വരെ ആർക്ക് വരാം? വിജാതികൾക്ക് വരാം, ജാതികൾക്ക് വരാം. അപ്പൊ ആ മുറ്റത്തിന്റെ എൻഡ്, അതായത് കുറച്ചങ്ങോട്ട് മുങ്ങിക്കഴിയുമ്പോൾ അവിടെ ഒരു 5 അടി ഉയരമുള്ള ഒരു മതിൽക്കെട്ടുണ്ട്. അപ്പൊ 5 അടി ഉയരമുള്ള ഈ മതിൽക്കെട്ടിന് പുറത്താണ് ആർക്ക് വന്ന് നിൽക്കാൻ കഴിയുന്നത്? ജാതികൾക്ക് വന്ന് നിൽക്കുവാൻ കഴിയുന്നത്. ഈ 5 അടി ഉയരമുള്ള മതിൽക്കെട്ട് കഴിഞ്ഞാലുടൻ തന്നെ അതിന്റെ അപ്പുറത്ത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രാകാരമാണ്. അത് കഴിയുമ്പോൾ ആ ഭിത്തിക്കും അപ്പുറത്ത് ആണ് ഈ ദേവാലയത്തിന്റെ പിന്നീടുള്ള പ്രാകാരം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം സ്ത്രീകളുടെ പ്രാകാരത്തിനും ജാതികളുടെ പ്രാകാരത്തിനും മധ്യത്തില് ഉള്ള ഒരു ഭിത്തിയും, ഞാൻ പറഞ്ഞില്ല 5 അടി ഉയരമുള്ള ഒരു ഭിത്തിയും. അപ്പം ഈ ജാതികളായിട്ടുള്ള ആളുകൾ വന്നാൽ ആ ഭിത്തിക്ക് ബാക്കിൽ നിന്നുകൊണ്ട് മാത്രമേ ദൈവത്തെ സ്തുതിക്കുവാനോ എന്തെങ്കിലും കർമ്മങ്ങളൊന്നുമില്ല, അവിടെ നിന്ന് പ്രാർത്ഥിക്കുവാനോ ഒക്കെ അവർക്ക് അവിടെ മാത്രമേ കഴിയുമായിരുന്നു. അപ്പൊ ഈ പ്രാകാരത്തിന് ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ആരായിരുന്നാൽ ഈ ജാതികളുടെ പ്രാകാരത്തിന്റെ അപ്പുറത്തേക്ക് കയറുന്ന ഒരു വിജാതീയനെ
വിചാരണ കൂടാതെ കൊല്ലുവാൻ, മരണശിക്ഷ കൊടുക്കുവാനുള്ള അധികാരം സെനദ്രീൻ സംഘത്തിനുണ്ടായി. അപ്പൊ അതുകൊണ്ടാണ് ദേവാലയം തിണ്ടിച്ചു എന്ന് പറഞ്ഞ് അവനെ കൊല്ലുവാൻ വേണ്ടി ശ്രമിച്ചത്. അവിടെ നിന്നും പുറത്തേക്ക് വലിച്ചുകൊണ്ട് പോവുകയും ദേവാലയത്തിലെ കവാടം അടയ്ക്കുകയും ചെയ്തത് അതുകൊണ്ടാണ്. അപ്പൊ അവിടെ ഒരു ഈ സ്ഥലത്ത്, അതായത് യഹൂദന്മാരുടെ ജാതികളുടെ പ്രാകാരത്തിന്റെ ഭിത്തിയില്, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഭിത്തിയില് ഒരു എഴുത്തെഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാമല്ലോ, പാദരക്ഷകൾ ഇവിടെ സൂക്ഷിക്കുക, അനുവാദം കൂടാതെ അകത്ത് പ്രവേശിക്കരുത്, ഇങ്ങനെയൊക്കെയുള്ള ബോർഡ് പോലെ അവരെഴുതി വെച്ച് ഒരു കാര്യം എഴുതി അവിടെ വെച്ചിട്ടുണ്ട്. ഈ മതിലിനും ദേവാലയത്തിന്റെ ചുറ്റുമുള്ള വേലിക്കും ഉള്ളിൽ യാതൊരു യഹൂദേതരനും പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. ഇത് ലംഘിച്ച് പ്രവേശിക്കുന്നവർ മരിക്കേണ്ടി വരും, ആ കുറ്റം അവരുടേതായിരിക്കും. ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ആ എഴുതി വെച്ചിരിക്കുന്നത്, ഈ മതിലിനുള്ളിലേക്ക് പ്രവേശിക്കുന്നവൻ മരിക്കും, അതിന്റെ കുറ്റം അവന്റെ തന്നെയായിരിക്കും. അത് ആർക്ക് വേണ്ടി എഴുതി വെച്ചതാണ്? യഹൂദേതരർക്ക് വേണ്ടി, യഹൂദന്മാരല്ലാത്തവർക്ക് വേണ്ടി. അപ്പം അതൊരു വേർപാടിന്റെ നടിച്ചുവരാണ്. പൗലോസ് പറയുന്നുണ്ട്, വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് നമുക്ക് വിരോധമായിരുന്ന മേലെഴുത്ത് മായ്ച്ചു കളഞ്ഞു. അപ്പൊ പൗലോസിന്റെ മനസ്സിൽ ഹിസ്റ്റോറിക്കലി യഹൂദന്മാർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, യഹൂദന്മാർക്ക് പ്രവേശനമില്ലാതെ അവരെ തടഞ്ഞു നിർത്തിയിരുന്ന ഈ 5 അടി ഉയരമുള്ള മതിൽക്കെട്ടും വേർപാടിന്റെ ചുവർ, അതാണ് വേർപാടിന്റെ ചുവർ. അവിടെയുള്ള മേലെഴുത്ത്, എന്താ മേലെഴുത്ത്? ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന യഹൂദേതരൻ മരണശിക്ഷയ്ക്ക് യോഗ്യനാണ്. അപ്പം ആരാധനാ സ്ഥലത്തേക്ക്, യഥാർത്ഥ പ്രാകാരത്തിലേക്ക്, ദേവാലയത്തിലേക്ക് അടുത്തു വരുവാൻ തടസ്സമായിരുന്ന മേലെഴുത്തും നടിച്ചു വരുവാണ്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്താൽ അവൻ ഈ വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് നമുക്ക് വിരോധമായിരുന്ന മേലെഴുത്ത് മായ്ച്ചു കളഞ്ഞു എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചാണ്. ഇനി മേലാൽ അങ്ങനെ ഒരു മേലെഴുത്തില്ല, ഇനി മേലാൽ അങ്ങനെയൊരു നടിച്ചുവരില്ല. സകല ജാതികൾക്കും, കർത്താവ് അവിടെ തന്നെ പറയുന്നുണ്ട്, എന്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പൊ എല്ലാവർക്കും ഉള്ള ഒരു ആലയമായി കർത്താവ് അതിനെ കണ്ടിരുന്നെങ്കിലും യഹൂദന്മാർ അതിനെ കണ്ടത് അവർക്ക് വേണ്ടി മാത്രമുള്ള ആലയമായിട്ടാണ്. അപ്പോൾ അങ്ങോട്ട് പ്രവേശനമില്ല. ആ പ്രവേശനം കർത്താവ് സാധ്യമാക്കി കൊടുത്തു എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് അറിയാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലാണ്. ആ വാക്യം ഒന്ന് വായിക്കാം. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞത്, സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. അതാ. അപ്പം ഇവിടെ ഇനിയും വിജാതീയനെന്നോ യഹൂദനെന്നോ വ്യത്യാസമില്ലാതെ ഏക ശരീരസ്ഥരാക്കി കർത്താവിന്റെ സഭ തീർത്തിരിക്കുന്നു എന്നുള്ള ആ ഒരു വലിയ ഉപദേശവും കൂടെ പൗലോസ് എഫേസ്യ ലേഖനത്തിൽ എഴുതുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ ഇനിയും പൗലോസിനെ തടവിലാക്കുകയാണ്. പൗലോസിനെ തടവിലാക്കുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത്. 21-ാം അധ്യായത്തിന്റെ 27 മുതലുള്ള വാക്യങ്ങളിലാണ് നമ്മുടെ പൗലോസിന്റെ അറസ്റ്റ് നമ്മൾ കാണുന്നത്. അവിടെ തന്നെ അറസ്റ്റ് ചെയ്ത് യെരുശലേമെല്ലാം കലക്കത്തിലായി, വലിയ പ്രശ്നമായി, അവനെ കൊല്ലും എന്നുള്ള ഒരു സ്ഥിതി വന്നു. സഹസ്രാധിപന്റെ ചെവിയിൽ ഈ വർത്തമാനം എത്തുകയാണ്. അപ്പൊ അദ്ദേഹം ദേവാലയത്തിന്റെ പരിസരത്ത് ഒരു അന്തോണിയ ഫോർട്ട് എന്ന് പറയുന്ന ഒരു കോട്ടയുണ്ട്. അപ്പൊ ആ കോട്ടയിൽ റോമൻ പട്ടാളക്കാരാണ് പാർക്കുന്നത്. അപ്പം ഈ പെരുന്നാൾ നടക്കുന്നത് കൊണ്ട് പെരുന്നാളിന്റെ സമയത്ത് വലിയ പട്ടാള സംഘം അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ കലഹം നടന്ന സമയത്ത് അവരുടെ ഒരു ഇടപെടല് ഉണ്ടായി. അപ്പം പട്ടാള ക്യാമ്പിൽ വിവരം അറിഞ്ഞതോടുകൂടി പട്ടാള മേധാവി
സഹസ്രാധിപൻ ശതാധിപന്മാരെയും പടയാളികളെയും കൂട്ടിക്കൊണ്ട് ആ സ്ഥലത്തേക്ക് എത്തുകയാണ്. അവരെ കണ്ട ഉടനെ യഹൂദന്മാർ പൗലോസിനെ അടിക്കുന്നതിൽ നിന്ന് വിരമിച്ചു. റോമൻ പടയാളികൾ വന്നപ്പോൾ യഹൂദന്മാർ പൗലോസിനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വന്നു എന്നറിഞ്ഞപ്പോഴത്തേക്കും അടിക്കുന്ന കാര്യം നിർത്തി. സഹസ്രാധിപൻ പൗലോസിനെ പിടിച്ച് 2 ചങ്ങല വെക്കുവാനായിട്ട് കൽപ്പിച്ചു. അപ്പോൾ എന്താണ് അവന്റെ മേലുള്ള കുറ്റം എന്നുള്ളത് സഹസ്രാധിപന് മനസ്സിലാവുന്നില്ല. കാരണം ആ ഒരു വലിയ ശബ്ദം കൊണ്ട് ഇവരെന്ത് കുറ്റമാണ് പൗലോസിന്മേൽ ചുമത്തിയിരിക്കുന്നത് എന്ന് അറിയുന്നത്. വലിയ പെരുന്നാളും ഉത്സവമൊക്കെ നടക്കുന്ന സമയത്ത് ഒരു കുറ്റവാളിയെ പിടിക്കുന്നത് പോലെയുള്ള വലിയ ഒരു കലാപം നടക്കുകയാണ്. അപ്പൊ അങ്ങനെ പൗലോസിനെ പിടിച്ചുകൊണ്ടുപോയി. പൗലോസ് അപ്പൊ ഒരു കാര്യം പറഞ്ഞു, ഇവനെ കോട്ടയിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ഈ പട്ടാളക്കാരൊക്കെ താമസിക്കുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു കോട്ടയുണ്ട്, അവിടേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് പൗലോസിനെ 2 പടയാളികൾ ചങ്ങല വെച്ച് കോട്ടയ്ക്കകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവര് ആർത്തു വിളിച്ചു. കാരണം ഇവരുടെ കയ്യിൽ നിന്നും റോമൻ പടയാളികളുടെ കയ്യിലേക്ക് പൗലോസ് എത്തിച്ചേർന്നു. ഇവർക്ക് ഇനിയും ഇമ്മീഡിയറ്റ് ആയിട്ട് പൗലോസിനെ കൊല്ലുവാൻ കഴിയത്തില്ല എന്നുള്ളത് കൊണ്ട് ഇവർ വിളിച്ചു പറഞ്ഞു, അവനെ കൊല്ലുക എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ ആ ഉന്തും തള്ളും പ്രശ്നമെല്ലാം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും റോമാക്കാരെ സംബന്ധിച്ചൊരു കാര്യമുണ്ട്. റോമാക്കാര് നീതിക്ക് വേണ്ടി നിൽക്കുന്ന റോമൻ നിയമം, റോമൻ നീതി എന്ന് പറയുന്നത് അവർ ക്രിസ്ത്യാനികളെ ഒത്തിരി ഉപദ്രവിച്ചെന്ന് ഉള്ള ഒരു കാര്യം വാസ്തവമാണ്. എന്നാൽ നീതിക്ക് വേണ്ടി നീതി കൃത്യമായി നടപ്പാക്കണം എന്ന് നിഷ്ഠയുള്ള ആളുകളായിരുന്നു റോമാർ. നിയമവും നീതിയും നടപ്പാക്കണം എന്ന് വളരെ ശഠിച്ചിരുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് ഈ പൗലോസിനെ അനാവശ്യമായിട്ട് വിചാരണ കൂടാതെ കൊല്ലുകയോ കുറ്റവാളി അല്ലാത്ത ഒരുവൻ കുറ്റം അനുഭവിക്കുകയോ ശിക്ഷ അനുഭവിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അവനെ രക്ഷിക്കേണ്ടത് ഇവരുടെ ആവശ്യമാണ്. ഇപ്പൊ നമുക്കറിയാം, തെളിവെടുപ്പിനൊക്കെ ചില ആളുകളെ കൊണ്ടുവരുമല്ലോ. ഒരു കൊലപാതകന്മാരെയൊക്കെ തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോൾ അവിടെ കാണാൻ ഒരു അല്പം ഇടം കിട്ടിക്കഴിഞ്ഞ് നാട്ടുകാരെല്ലാം കൂടി അവനെ തല്ലിക്കൊല്ലും. അപ്പം ഈ കുറ്റവാളിയെ നാട്ടുകാർ കണ്ടാൽ തല്ലിക്കൊല്ലും. അതുകൊണ്ട് പോലീസ് ഭയങ്കര സംരക്ഷണത്തോടെ കൊണ്ടുവരുന്നത്. കുറ്റവാളിയെ സംരക്ഷിക്കുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. കുറ്റവാളിയുടെ കുറ്റം തെളിയുന്നത് വരെ അവനെ സംരക്ഷിക്കണം. അതുപോലെ കുറ്റവാളി ഇനി ശിക്ഷ ഏൽക്കുന്നത് വരെയും അവനെ സംരക്ഷിക്കണം. നിയമപരമായ ശിക്ഷയാണ് അവന് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ജയിലുകളും പിന്നെ കുറ്റവാളികളെ സംരക്ഷിക്കുന്നതിനും ഒക്കെയുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന പണം വളരെയാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു വലിയ തുകയാണ് ജനക്ഷേമത്തിന് വേണ്ടി മാറ്റിവെക്കുന്നതിനേക്കാൾ കൂടുതൽ തുകയാണ് ഈ കുറ്റവാളികളെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയൊക്കെ മാറ്റിവെക്കുന്നത്. അപ്പൊ അങ്ങനെ പൗലോസിനെ അവരെടുത്തുകൊണ്ട് പോകേണ്ടതായിട്ട് വന്നു. അപ്പൊ പടിക്കെട്ട് കയറി അന്തോണിയ കോട്ടയിലേക്ക് കൊണ്ടുപോകുമ്പോൾ പൗലോസിനെയും കൂട്ടിക്കൊണ്ട് ആ പടിക്കെട്ട് കയറുമ്പോൾ പൗലോസ് സഹസ്രാധിപനോട് പറഞ്ഞു, എനിക്കൊന്ന് സംസാരിക്കുവാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അപ്പൊ പൗലോസ് ഗ്രീക്ക് ഭാഷയിലാണ് ആ കാര്യം ചോദിച്ചത്. അപ്പൊ ഇവന് ഗ്രീക്ക് ഭാഷ അറിയാമല്ലോ എന്ന് സഹസ്രാധിപൻ കാണുകയും അതിനുശേഷം നീയാണോ ഇതിനു മുമ്പ് കലഹമുണ്ടാക്കിയ കഠാരക്കാരുടെ കൂട്ടത്തിലുള്ള മിശ്രൈമനാണോ നീ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പം അത് ഇതിനു മുമ്പുണ്ടായിട്ടുള്ള ഒരു കലഹത്തിന്റെ കാര്യമാണ്. അപ്പോൾ അതിനുശേഷം പൗലോസ് ആ കാര്യത്തെക്കുറിച്ച് അങ്ങനെയല്ല എന്ന് അവനോട് പറഞ്ഞ ശേഷമായിട്ട് പൗലോസിന് ആ കോട്ടയിൽ നിന്നുകൊണ്ട് തൻ്റെ ഭാഗം പ്രതിവാദം ചെയ്യുവാൻ, തൻ്റെ സാക്ഷ്യം വെളിപ്പെടുത്തുവാൻ തനിക്ക് അവസരം കിട്ടുന്നു. അപ്പം അങ്ങനെ സഹസ്രാധിപൻ അവനെ അനുവദിക്കുകയും അവിടെ കൂടി വന്ന എല്ലാവരോടും കർത്താവിനെ കുറിച്ചും തന്നെക്കുറിച്ചും താനിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചും ഒക്കെ പ്രസംഗിക്കുവാനുള്ള ഒരു അവസരമുണ്ട്. അപ്പൊ ഈ കലഹവും പ്രതികൂലവും സുവിശേഷത്തിന്റെ ഒരു വേദി പൗലോസിന് ഒരുക്കി. ആ കഷ്ടത്തിന്റെ, പ്രയാസത്തിന്റെ, തടവിന്റെ, മരണത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോഴും പൗലോസിന് സുവിശേഷത്തിന്റെ വേദി ഔദ്യോഗികമായി ഒരുക്കപ്പെടുകയും ശതാധിപന്റെയും സഹസ്രാധിപന്റെയും പട്ടാളക്കാരുടെയും ഒക്കെ സംരക്ഷണത്തോടു കൂടി നിന്ന് പടിക്കെട്ടിൽ സ്റ്റേജ് ഒന്നും വിടാനുള്ള ചെലവൊന്നും ചെയ്യേണ്ട ആവശ്യം വന്നില്ല.
കോട്ടയുടെ പടിക്കെട്ടിലൊക്കെ ഉയർന്ന സ്ഥലത്തോട്ട് നിന്നിട്ട് ഉറക്കെ ഗ്രീക്കിലും എബ്രായ ഭാഷയിലും എല്ലാം കർത്താവിനെ കുറിച്ച് പറയുവാനുള്ള അവസരം തനിക്കുണ്ടായി. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായിട്ട് യെരുശലേമിൽ എത്തി. അവിടെ 2 ചങ്ങലകളാൽ താൻ ബന്ധിക്കപ്പെട്ടെങ്കിലും പൗലോസ് അഗബോസിന്റെ ആ പ്രവചനം, ഫിലിപ്പോസിന്റെ വീട്ടിൽ സോറിൽ വെച്ചുണ്ടായിരുന്ന ആ ഒരു പ്രവചനം നിറവേറി. പക്ഷേ നീ എന്നെ ജാതികൾക്കും രാജാക്കന്മാർക്കും മുമ്പാകെ സാക്ഷിക്കേണ്ടതാകുന്നു എന്നുള്ള ആ ഒരു പ്രവചനവും കൂടെ പൗലോസിന്റെ ജീവിതത്തിൽ നിറവേറുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെക്കുറിച്ചുള്ള എല്ലാ ദൈവാലോചനകളും നിറവേറണം. പൗലോസിന് അതറിയാം. അതുകൊണ്ട് യഹൂദന്മാർക്ക് അന്നേരം ഒന്നും പൗലോസിനെ കൊല്ലുവാനായിട്ട് കഴിയത്തില്ല. അപ്പം പൗലോസിന് തന്റെ മരണ സമയം അടുത്തു എന്നുള്ളത് പൗലോസിന് പിന്നീട് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ നമ്മെക്കുറിച്ചും അങ്ങനെ തന്നെയാണ്. നമ്മെക്കുറിച്ചുള്ള ദൈവാലോചനകളും ദൈവോദ്ദേശങ്ങളും നിറവേറുന്നത് വരെ നമുക്ക് പ്രാണഹാനി ഉണ്ടാവത്തില്ല, നമ്മുടെ ശുശ്രൂഷ അവസാനിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് പൗലോസിന് ഇപ്പോൾ ഇവിടെ അവിടെ ഒരു വലിയ വേദി ഒരുങ്ങി കിട്ടുകയാണ്. അപ്പൊ പൗലോസ് കോട്ടയിൽ, അന്തോണിയോ കോട്ടയിൽ നിന്നുകൊണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന, പെരുന്നാളിന് വന്ന എല്ലാവരോടും ജനാവലിയോടും കൂടെ പൗലോസ് പടിക്കെട്ടിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ്. 22-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യത്തിൽ പൗലോസ് പ്രസംഗിച്ചു. അപ്പൊ പൗലോസ് പ്രസംഗിച്ചത് എബ്രായ ഭാഷയിലാണ്, സഹസ്രാധിപനോട് സംസാരിച്ചത് ഗ്രീക്ക് ഭാഷയിൽ. ഈ എബ്രായ ഭാഷയിൽ സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവിടെ കൂടി വന്നിരുന്ന യഹൂദന്മാരെല്ലാവരും ശാന്തമായി അത് ശ്രദ്ധിക്കുവാൻ തുടങ്ങി. പൗലോസ് പറഞ്ഞു, ഞാൻ കിലിക്കിയയിൽ നിന്ന് തർസോസിൽ ജനിച്ച യഹൂദനാണ്, ഈ നഗരത്തിൽ വളർന്നു വന്നവനാണ്, ഗമാലിയേലിന്റെ കാൽക്കലിരുന്ന പിതാക്കന്മാരുടെ ന്യായപ്രമാണം പഠിച്ചവനാണ്, സൂക്ഷ്മതയോടെ പഠിച്ചു, ദൈവസേവയിൽ എരിവുള്ളവനായിരുന്നു. ഈ ക്രിസ്ത്യാനികളായ പുരുഷന്മാരെ പിടിച്ചു കെട്ടി ഈ മാർഗക്കാരെ കൊല്ലുവാൻ വേണ്ടി നടന്നവനാണ് ഞാൻ, അങ്ങനെ ഉപദ്രവിച്ചവനാണ്. അതിന് മഹാപുരോഹിതന്മാരുടെയും ന്യായാധിപ സംഘത്തിന്റെയും മൂപ്പന്മാരുടെയും ഒക്കെ അവരൊക്കെ സാക്ഷികളാണ്. എനിക്ക് അതിനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു, അതിനുള്ള സാങ്ഷൻ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കൊല്ലാൻ, ക്രിസ്ത്യാനികളെ കൊല്ലാൻ. അപ്പൊ അവരുടെ എഴുത്ത് വാങ്ങിക്കൊണ്ട് ഞാൻ ദമസ്കോസിൽ പാർക്കുന്നവരെ പിടിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് കർത്താവ് എന്നെ പിടിച്ചത് എന്ന് പറഞ്ഞ് തന്റെ സാക്ഷ്യം താന് അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതിന്റെ 21-ാമത്തെ വാക്യം വരെയുള്ള ഭാഗങ്ങളിൽ പൗലോസിന്റെ 1-ാം പ്രതിവാദവും കോട്ടയിലുള്ള പ്രഭാഷണവും നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ ഇവിടെ ഈ പ്രസംഗം പൗലോസ് നടത്തിയതിനു ശേഷം ഇരുപത്തിരണ്ടാമത്തെ വാക്യം വായിച്ച് അത്രയും കാര്യം പറഞ്ഞപ്പോ അവിടെ വരെ പ്രസംഗമെല്ലാം വളരെ ശാന്തമായിട്ട് ആളുകൾ കേട്ടു. 22-ാം വാക്യം വരെ ആയപ്പോൾ അവർക്ക് സഹിക്കാൻ വയ്യാതായി. അവരെന്ത് ചെയ്തു? ഇവൻ ജീവിച്ചിരിക്കുന്നത് യോഗ്യമല്ല എന്ന് നിലവിളിച്ചു. അവർ വളരെ വസ്ത്രം കീറിയും പൂക്കലിട്ടും പൂഴിവാരി മേലോട്ട് എറിഞ്ഞും കൊണ്ടിരിക്കുമ്പോൾ അവർ അങ്ങനെ അവന്റെ നേരെ ആർക്കുവാൻ സംഗതി എന്തെന്ന് അറിയേണ്ടതിന് ചമ്മട്ടി കൊണ്ട് അവനോട് ചോദ്യം ചെയ്യണമെന്ന് സഹസ്രാധിപൻ പറഞ്ഞു. അപ്പൊ സഹസ്രാധിപൻ പറഞ്ഞു, ഇത്രയും വലിയ പ്രശ്നം ആളുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ എന്തുവാണ് ഇവൻ ചെയ്ത കുറ്റമെന്ന് അറിയാൻ വേണ്ടി ഇവനെ അടിക്കണം, ചമ്മട്ടി കൊണ്ട് അടിക്കണം, അടിച്ചിട്ട് ചോദിക്കാം, സത്യം പറയാനുണ്ട്, അതുകൊണ്ട് ചോദിക്കാം എന്ന് പറഞ്ഞു. ഉടനെ പൗലോസ് പറഞ്ഞു, അടിക്കാൻ വേണ്ടി തന്നെ വലിയ കയറെടുത്തിട്ട് കയ്യും കാലും ഒക്കെ കെട്ടുകയാണ്. അപ്പോൾ അടുത്ത് നിൽക്കുന്ന ശതാധിപനോട്, ജൂനിയറായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, റോമാ പൗരനും വിസ്താരം കഴിയാത്തവനുമായ മനുഷ്യനെ ചമ്മട്ടി കൊണ്ട് അടിക്കാൻ നിയമമുണ്ടോ എന്ന് ചെറുക ചോദിച്ചു. അയാൾ പേടിച്ചു പോയി. അയാൾ ഈ സഹസ്രാധിപനോട് പറഞ്ഞു, ആ മനുഷ്യൻ റോമാ പൗരനാണ്, നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. സഹസ്രാധിപൻ വന്നിട്ട് നീ റോമ പൗരൻ തന്നെയോ എന്ന് എന്നോട് പറയുക എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ആ പൗരത്വം ഈ സഹസ്രാധിപൻ കാശ് കൊടുത്ത് മേടിച്ചതാണ്.
പക്ഷെങ്കിൽ ജന്മനാ തന്നെ പൗലോസ് റോമാ പൗരനായിരുന്നു. അപ്പൊ റോമാ പൗരനുള്ള പ്രിവിലേജസ് വളരെ കൂടുതലാണ്. റോമാ പൗരനെ അടിക്കാൻ പാടില്ല, റോമാ പൗരനെ വിചാരണ കൂടാതെ ശിക്ഷ കൽപ്പിക്കുവാൻ പാടില്ല, റോമാ പൗരനെ ദൂഷിക്കുവാൻ പാടില്ല. റോമാ പൗരൻ വരുന്നു എന്നറിഞ്ഞാൽ എത്ര തിരക്ക്, എത്ര അർജന്റായിട്ട് പോകേണ്ട ഒരു ഷിപ്പാണെങ്കിലും താൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഷിപ്പ് 30 മിനിറ്റ്സ് വരെ, അരമണിക്കൂർ വരെ ആ റോമൻ പൗരന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അരമണിക്കൂർ വരെ വെയിറ്റ് ചെയ്യും. അത്രത്തോളം പ്രിവിലേജസ് റോമ പൗരനുണ്ട്. അതുകൊണ്ട് അവനെ കോലുകൊണ്ടൊന്നും അടിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ ആ ഒരു വിഷയത്തിൽ നിന്നും താൻ രക്ഷപ്പെടുന്നു. അപ്പൊ സഹസ്രാധിപനും ശതാധിപനും എല്ലാം അവനെ ബന്ധിച്ചതിൽ ഭയപ്പെട്ടു. കാരണം നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ഒരു വ്യക്തിയോട് ചെയ്താൽ അവർക്കത് കുറ്റം ആകും എന്നവർ ഭയപ്പെട്ടു. പിറ്റേന്ന് യഹൂദന്മാർ പൗലോസിനാൽ ചുമത്തുന്ന കുറ്റത്തിന് സസൂക്ഷ്മം അറിവാനിച്ഛിച്ചിട്ട് അവർ മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘം ഒക്കെയും കൂടി വിവരം ലഭിച്ചു. അപ്പം ഒന്നാമത്തെ കോട്ടയിലുള്ള പ്രതിവാദമായിരുന്നു. രണ്ടാമതായിട്ട് 23-ാമത്തെ അധ്യായത്തിൽ ന്യായാധിപ സംഘത്തിന്റെ അല്ലെങ്കിൽ സെനദ്രിൻ സംഘത്തിന്റെ മുമ്പിലുള്ള പ്രഭാഷണവും പ്രതിവാദവുമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ ന്യായാധിപ സംഘത്തിന്റെ അധ്യക്ഷൻ, നമുക്കറിയാം സാധാരണ ന്യായാധിപ സംഘത്തിന്റെ അധ്യക്ഷന്മാർ മഹാപുരോഹിതന്മാർ. അന്നത്തെ മഹാപുരോഹിതൻ അനന്യാസ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. യൂദേബിയോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മകനായിരുന്നു നെദേബിയൂസിന്റെ മകനായ അനന്യാസ് ആയിരുന്നു ഈ മഹാപുരോഹിതൻ. അദ്ദേഹമായിരുന്നു സെനദ്രിൻ സംഘത്തിന്റെ അധ്യക്ഷൻ. അദ്ദേഹം സദൂക്യനായിരുന്നു. സാധാരണ മഹാപുരോഹിതന്മാരെല്ലാം സദൂക്യന്മാരാണ്. അപ്പം സദൂക്യനായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ മുമ്പാകെ, അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ കൊണ്ടുവരികയാണ്. പൗലോസ് ന്യായാധിപ സംഘം അവർ കെട്ടഴിച്ച താഴെ നിർത്തിക്കൊണ്ട് അവരുടെ മുമ്പാകെ നിർത്തി, ന്യായാധിപ സംഘത്തിന് മുമ്പാകെ നിർത്തി. പിറ്റേ ദിവസം യഹൂദന്മാരുടെ കോടതിയാണ് സത്യത്തിൽ. അപ്പൊ ന്യായാധിപ സംഘത്തിന്റെ മുമ്പാകെ കൊണ്ടുവന്ന് പൗലോസ് ന്യായാധിപ സംഘത്തെ നോക്കിയിട്ട്, സഹോദരന്മാരെ, ഞാൻ ഇന്നയോളം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പൗലോസിന്റെ ഒരു പ്രസംഗമാണ്. അപ്പൊ ആ പ്രസംഗിച്ച് വരുമ്പോൾ ഒരു കാര്യം പൗലോസ് ഓർമ്മിപ്പിച്ചു. പൗലോസ് പറഞ്ഞു, പൗലോസിനൊരു കാര്യം മനസ്സിലായി. ഈ യഹൂദന്മാരുടെ ഇടയിൽ 2 പ്രബല വിഭാഗങ്ങളാണ് സദൂക്യരും പരീശന്മാർ. സദൂക്യരുടെ കൂട്ടത്തിൽ നിന്നാണ് പുരോഹിതന്മാരും മഹാപുരോഹിതനും ന്യായാധിപ സംഘത്തിന്റെ അധ്യക്ഷന്മാരും ഒക്കെ ആ കൂട്ടത്തിൽ നിന്നാണ്. എന്നാൽ പരീശന്മാരായിട്ടുള്ള യഹൂദന്മാർ ന്യായപ്രമാണം പാലിച്ചുകൊണ്ട് ഈ സദൂക്യരുടെ ആശയങ്ങളെ എതിർത്ത് ഇവർ രണ്ടും 2 ഉപദേശത്തിൽ നിൽക്കുന്നവരാണ്. അപ്പൊ ഇത് പൗലോസിന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് പൗലോസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. പൗലോസ് അതിന്റെ 23-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ, എന്നാൽ ന്യായാധിപ സംഘത്തിൽ ഒരുപക്ഷം സദൂക്യരും ഒരുപക്ഷം പരീശന്മാരും ആകുന്നു എന്ന് പൗലോസ് അറിഞ്ഞു. സഹോദരന്മാരെ, ഞാൻ ഒരു പരീശന്മാരുടെ മകനുമാകുന്നു. മരിച്ചവരുടെ പ്രത്യാശയെയും പുനരുത്ഥാനത്തെയും കുറിച്ച് ഞാൻ വിസ്താരത്തിലായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പൗലോസ് യഥാർത്ഥത്തിൽ ഈ ഭാവി പ്രത്യാശയെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും ഒക്കെ താൻ പ്രസംഗിക്കുന്നുണ്ട്. എന്നാൽ പൗലോസ് വളരെ തന്ത്രപൂർവ്വം എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിയോടുകൂടി താൻ ആ കാര്യം അവിടെ പറയുകയാണ്. അതിന് കാരണം എന്തെന്നറിയാമോ? സദൂക്യർ അവർ തമ്മിൽ ചിഹ്നിച്ചു. ഈ സദൂക്യരും പരീശന്മാരും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അതിന് കാരണം അവിടെ 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പുനരുത്ഥാനം ഇല്ല, ദൂതനും ആത്മാവും ഇല്ല എന്ന് സദൂക്യർ പറയുന്നു. പരീശന്മാരോ രണ്ടും ഉണ്ടെന്ന് പ്രമാണിക്കുന്നു. മനസ്സിലായോ? ഉപദേശപരമായ വലിയ ക്ലാഷുള്ള 2 ഗ്രൂപ്പുകളാണ്. പൗലോസ് പറഞ്ഞു, സഹോദരന്മാരെ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മുടെ പിതാക്കന്മാരുടെ പ്രത്യാശയെക്കുറിച്ചും മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചും ഒക്കെ ഉള്ള വാദപ്രതിവാദത്തിലാണ് ഞാൻ കുറ്റക്കാരനായിട്ടിരിക്കുന്നത്. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ പരീശപക്ഷം മുഴുവനും പൗലോസിനോട് ചേരുകയും പരീശന്മാരെല്ലാവരും സദൂക്യർക്കെതിരെയായി തീരുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഈ ശത്രുപക്ഷത്തെ 2ആയിട്ട് ചിതറിപ്പിച്ചു.
അപ്പൊ ചിലപ്പം അങ്ങനെയുള്ള ഒരു സന്ദർഭമൊക്കെ നമുക്കും ബുദ്ധി തരും അല്ലെ. അവരൊരു വഴിയായിട്ട് വരും, 7 വഴിയായിട്ട് തിരിച്ചു പോകും. യഹോവ എഴുന്നേൽക്കുന്നു, അവന് ശത്രുക്കൾ ചിതറിപ്പോകുന്നു. അപ്പം അങ്ങനെയൊരു സന്ദർഭമാണ് പൗലോസിന് അവിടെ ദൈവം ഒരുക്കിയത്. അപ്പോൾ അവിടെ ഈ രണ്ട് കക്ഷികൾ വന്നു. അപ്പൊ അവിടെ പരീക്ഷപക്ഷത്തിലെ ശാസ്ത്രിമാർ ചില എഴുന്നേറ്റ് വാദിച്ചു, ഈ മനുഷ്യന് ഞങ്ങളുടെ ഒരു കുറ്റവും കാണുന്നില്ല. പരീക്ഷമാർ പറഞ്ഞു, ഈ മനുഷ്യന് ഞങ്ങൾ യാതൊരു കുറ്റവും കാണുന്നു. അപ്പൊ ഇത് ഈ മരിച്ചവരുടെ പുനരുത്ഥാനവും പിതാക്കന്മാരുടെ പ്രത്യാശയും ഒക്കെയാണ് ഇങ്ങനെ പ്രസംഗിച്ചത്. അപ്പൊ അത് വിശ്വസിക്കുന്ന പരീക്ഷന്മാർ പറഞ്ഞു, പൗലോസിൽ യാതൊരു കുറ്റവും ഞങ്ങൾ കാണുന്നില്ല. പിന്നെ ഒരു ആത്മാവോ ദൂതനോ അവനോട് സംസാരിച്ചു വന്നേക്കാം. കാരണം ഈ ആത്മാവിനെയും ദൂതനെയും ഒന്നും ആരും വിശ്വസിക്കുന്നില്ല, സദൂക്യര് വിശ്വസിക്കുന്നില്ല. അപ്പൊ അത് വെച്ചുകൊണ്ടാണ് ഇവര് പറയുന്നത്, ദൈവത്തിന്റെ ഒരു ദൂതൻ ചിലപ്പോൾ അവനോട് സംസാരിച്ചു കാണും, അവനൊരു മാലാഖയുടെ പ്രത്യക്ഷത ഉണ്ടായി കാണും. അതിന് നിങ്ങളെന്തിനാ എതിർക്കുന്നതെന്ന് അവരെ സദൂക്യ പക്ഷത്തെ പ്രകോപിപ്പിച്ചുകൊണ്ടാണ് അവർ പിന്നെയും ചോദിക്കുന്നത്. അങ്ങനെ വലിയ ഇടർച്ച ഉണ്ടായത് കൊണ്ട് അവർ പൗലോസിനെ ചീന്തിക്കളയും എന്ന് സഹസ്രാധിപൻ പേടിച്ച് പടയാളികൾ ഇറങ്ങി വന്ന് അവരുടെ നടുവിൽ നിന്ന് പിടിച്ചെടുത്ത് കോട്ടയിൽ കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു. അങ്ങനെ പൗലോസിനെ ന്യായാധിപ സംഘത്തിന്റെ പ്രതിവാദത്തിൽ നിന്നും രക്ഷിച്ചു. അപ്പം ഈ രണ്ട് പ്രശ്നങ്ങളിലും പൗലോസിന് ഈ രണ്ട് കൂട്ടരോടും കർത്താവിനെ സാക്ഷിക്കുവാൻ കഴിയും. അധികാരികളോടും ന്യായാധിപ സംഘത്തോടും മഹാപുരോഹിതൻ ഉൾപ്പെടുന്ന വലിയ യഹൂദപക്ഷത്തോടും അതുപോലെ തന്നെ അതിനു മുമ്പ് വലിയ ജനക്കൂട്ടത്തോടും എല്ലാം സാക്ഷിക്കുവാനായിട്ട് കഴിയും. അങ്ങനെ കോട്ടയിലേക്ക് കൊണ്ടുപോയി. കോട്ട എന്ന് പറഞ്ഞല്ലോ, യെരുശലേം ദേവാലയത്തിന്റെ സമീപത്തുള്ള പട്ടാളക്കാർക്ക് താമസിക്കാൻ വേണ്ടിയുള്ള സൈനിക കേന്ദ്രമാണ്. അവിടേക്ക് ആ കോട്ടയിലേക്ക് പൗലോസിനെ കൊണ്ടുപോയി. ആ രാത്രിയിൽ പൗലോസിന്റെ സന്നിധിയിലേക്ക് സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരികയും, കാരണം മാനസികമായിട്ട് ഭയങ്കരമായിട്ട് പ്രയാസമുണ്ട് പൗലോസിന്. എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് പൗലോസിന് അറിയത്തില്ല. പൗലോസിന് വിശ്വാസമുണ്ട്, കർത്താവിൽ വിശ്വസിക്കുന്നു. പക്ഷെ ഇവിടെ ജനം മുഴുവനും, പട്ടണം മുഴുവനും ഇളകിയിരിക്കുകയാണ്. അല്പം ആശ്വാസം എന്ന് പറയുന്നത് ജാതികളായ പട്ടാളക്കാർ മാത്രം. കാരണം അവർ നിയമം പാലിക്കാൻ വേണ്ടി മാത്രമാണ് പൗലോസിനെ സംരക്ഷിക്കുന്നത്. അപ്പൊ ഈ സമയത്ത് പൗലോസിന്റെ ആഗ്രഹമുണ്ട്, എനിക്ക് റോമയിലേക്ക് പോകണം, എനിക്ക് സ്പെയിനിലേക്ക് പോകണം, ഇങ്ങനെയൊക്കെയുള്ള വലിയ പദ്ധതികളും ദർശനങ്ങളും ഒക്കെ തനിക്കുണ്ട്. പക്ഷെ യെരുശലേമിലേക്ക് വന്നത് അബദ്ധമായി പോയോ? ആ പ്രവചനം ഇവിടെ വെച്ച് തന്നെ പൂർത്തീകരിക്കുകയാണോ? ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളിലും ആശങ്കകളും എല്ലാം ഉണ്ട്. അപ്പൊ ഈ ധൈര്യമായിട്ട് പൗലോസ് ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ടെങ്കിലും തനിക്ക് ആശങ്കകൾ തീർച്ചയായിട്ടും ഉണ്ട് മാനുഷികമായിട്ട്. അതുകൊണ്ട് തൻ്റെ ദാസന്റെ ആ മാനസികമായ പ്രയാസത്തെ അകറ്റുന്നതിനും അവന്റെ ഹൃദയത്തെ തണുപ്പിക്കുന്നതിനും അവനെ ധൈര്യപ്പെടുത്തുന്നതിനും ഈ പട്ടാളക്കാരും കുറച്ച് പടയാളികളും മാത്രമല്ല പൗലോസിന്റെ കൂടെ ഉള്ളത്, സ്വർഗം മുഴുവനും പൗലോസിന്റെ കൂടാണ് എന്ന് പൗലോസിനെ ഒന്ന് ഓർമ്മിപ്പിക്കുവാനും വേണ്ടി ആ രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ വന്നു. കർത്താവ് എന്ന് പറയുകയാണ്, നീ ധൈര്യമായിട്ടിരിക്കുക. നീ എന്നെക്കുറിച്ച് യെരുശലേമിൽ സാക്ഷിച്ചതുപോലെ നീ ഇപ്പൊ യെരുശലേമിൽ 2 പ്രാവശ്യം ശക്തമായിട്ട് സാക്ഷിച്ചല്ലോ. അധികാരികളുടെ മുമ്പാകെ, പ്രമാണികളുടെ മുമ്പാകെ, സമൂഹത്തിന്റെ മുമ്പാകെ. പെരുന്നാളിന് വന്ന എല്ലാവരും അതിന്റെ സാക്ഷ്യം കേട്ടു. നിനക്ക് നിന്റെ ഈ പ്രതികൂലം 2 വേദികൾ ഒരുക്കി. പടയാളികളുടെ സംരക്ഷണത്തിൽ നിനക്ക് സ്വസ്ഥമായിട്ട് നിന്റെ ഭാഗം സുവിശേഷം പങ്കുവെക്കുവാൻ നിനക്ക് കഴിഞ്ഞു. അതുപോലെ യെരുശലേമിൽ നീ സാക്ഷിച്ചതുപോലെ ഈ യെരുശലേമിൽ ഇനി ഈ കോട്ടയ്ക്കുള്ളിൽ നീ അസ്തമിക്കുകയല്ല, മറിച്ച് നീ ഇനിയും റോമായിലും എന്നെ സാക്ഷിക്കണം. സ്തോത്രം. പൗലോസിന്റെ ദർശനം അതായിരുന്നു, പൗലോസിന്റെ കാഴ്ചപ്പാടും എല്ലാം അതായിരുന്നു. പൗലോസിനൊരു കാര്യം ഉറപ്പായി, ഞാൻ ഇവിടെ അവസാനിക്കത്തില്ല. കർത്താവ് എന്നോട് പറഞ്ഞ ആ ദർശനം, കർത്താവ് എന്നോട് പറഞ്ഞ ആ പ്രവചനം, അത് പൂർത്തീകരിക്കും വരെയും എനിക്ക് എൻ്റെ പ്രാണന് യാതൊന്നും സംഭവിക്കത്തില്ല എന്ന് പൗലോസിന് ഉറപ്പായി. പൗലോസിനോട് കർത്താവ് പറയുകയാണ്, നിന്റെ ശുശ്രൂഷ ഇവിടെ അവസാനിക്കുകയല്ല, നിന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന റോമിനെ സാക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള അവസരം നിനക്ക് ഒരുങ്ങും. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ധൈര്യമായിട്ട് ഇരിക്കുക. ഇതിനപ്പുറം എന്ത് വേണം? ഇതിനപ്പുറം എന്ത് വേണം പൗലോസിന്? പൗലോസിന്റെ 2 സാക്ഷീകരണവും ദൈവത്തിന്റെ ഉദ്ദേശമായിരുന്നു. പൗലോസിന്റെ കഷ്ടങ്ങളെല്ലാം ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുവാൻ കർത്താവ് പറയുമ്പോൾ പൗലോസിന് അതിൽ പരം മറ്റൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. അങ്ങനെ പൗലോസ്
പൗലോസിനെ പിന്നീട് കൈസരിയിലേക്ക് കൊണ്ടുപോവുകയാണ്. കൈസരിയിലെ തടവാണ് അടുത്ത 12 മുതലുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. 12 മുതലുള്ള ഭാഗങ്ങളിൽ 23-ന്റെ 12 മുതലുള്ള ഭാഗങ്ങളിൽ നമുക്ക് കൈസരിയിലെ തടവാണ് നമ്മൾ കാണുന്നത്. അവിടെ ചില രാജാക്കന്മാര്, ചില സഹസ്രാധിപന്മാര്, ദേശാധിപതികള് ഒക്കെ പൗലോസിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് പൗലോസ് കൈസരെ അഭയം ചൊല്ലുന്നത്. കൈസരെ അഭയം ചൊല്ലുന്നില്ലായിരുന്നെങ്കിൽ ഇവനെ വെറുതെ വിടാമായിരുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. എങ്ങനെയായാലും പൗലോസ് കൈസരെ അഭയം ചൊല്ലിയത് പൗലോസിന് റോമിൽ പോകുവാനുള്ള അവസരം കിട്ടി. അപ്പൊ ചില ഇടങ്ങളിൽ നിന്ന് വെറുതെ വിടാതിരിക്കുന്നതിന് വേണ്ടിയാണ്. ചില കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വിടുതൽ ലഭിക്കാതിരിക്കുന്നതിന്റെ കാരണം അതിനപ്പുറത്തുള്ള ഒരു വലിയ ശുശ്രൂഷയുണ്ടെന്നുള്ളത് അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിക്കോളും. ഒരു താൽക്കാലികമായ ഒരു വിടുതൽ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അത് ലഭിക്കാതിരിക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളണം, അതിനപ്പുറത്ത് ഒരു വലിയ ശുശ്രൂഷയുള്ളത് കൊണ്ടാണ് ഈ താൽക്കാലികമായ വിടുതൽ ലഭിക്കാത്തത്. നമുക്ക് കൈസരയിലെ തടവിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതിനുശേഷമുള്ള പൗലോസിന്റെ യാത്ര, അതിനെക്കുറിച്ചും കൂടെ നമുക്ക് കഴിയുന്നിടത്തോളം പഠിക്കാം. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാം. അതിനുശേഷം നിങ്ങൾ കടന്നു. സാറിന്റെ മ്യൂട്ടാണ്, മൈക്ക് മ്യൂട്ടാണ് കേൾക്കത്തില്ല. ഓക്കെ, പൗലോസിന് ദർശനമുണ്ടായി. പൗലോസിന്റെ ദർശനം അവനെ വളരെയധികം ആത്മവിശ്വാസം നൽകി, ശക്തീകരിച്ചു. റോമിലേക്ക് കർത്താവിനെ സാക്ഷിക്കുവാനായി കടന്നു പോകുവാനുള്ള അവസരം കർത്താവ് ഒരുക്കുന്നു എന്ന് പൗലോസിന് ബോധ്യമായി. ഈ ബന്ധനങ്ങളും ഈ കഷ്ടങ്ങളും എല്ലാം പൗലോസിനെ കുറിച്ചുള്ള ദൈവാലോചനയുടെ നിവൃത്തിക്ക് വേണ്ടി ആയിരുന്നു എന്ന് പൗലോസിന് മനസ്സിലായി. ഒരു പക്ഷെങ്കിൽ ഈ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ലെങ്കിൽ പൗലോസിന് റോമിലേക്ക് പോകുവാൻ കഴിയുമായിരുന്നോ എന്നറിയില്ല. പൗലോസ് വീണ്ടും അവിടെയുള്ള സഭകളുടെ പ്രശ്നത്തിലും അവിടെയുള്ള സുവിശേഷീകരണ യാത്രകളിലും ഒക്കെ മുഴുകി ഒരു പക്ഷെങ്കിൽ കഴിയുമായിരുന്നു. എന്നാൽ പൗലോസിനെ കുറിച്ചുള്ള ദൈവാലോചനയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഈ സംഭവങ്ങളെല്ലാം ഒരുങ്ങിയത്. അപ്പൊ ദൈവം ചരിത്രത്തിൽ പ്രവർത്തിക്കുന്നു, അത് ഒരിക്കൽ കൂടെ പൗലോസിന് മനസ്സിലായി. ഗോഡ് ഈസ് ഗോഡ് ഓഫ് ഹിസ്റ്ററി. അതാണ് ഈ അപ്പോസ്തല പ്രവർത്തികൾ നമുക്ക് നൽകുന്ന ഒരു തിയോളജിക്കൽ തീം. അതാണ് ചരിത്രത്തെ ദൈവം എന്ത് ചെയ്യുന്നു, ദൈവോദ്ദേശത്തിന് വേണ്ടി വ്യത്യാസപ്പെടുത്തുന്നു. ചരിത്ര സംഭവങ്ങളെല്ലാം സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കും ദൈവ പദ്ധതികളുടെ പൂർത്തീകരണത്തിനും വേണ്ടി ആക്കി തീർക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടെ പൗലോസിനെ അവിടെ കൊണ്ടുപോയി, കോട്ടയിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. അപ്പൊ നേരം എടുത്തപ്പോഴത്തേക്കും യഹൂദന്മാർക്ക് വീണ്ടും ശത്രുത വർദ്ധിച്ചു. പൗലോസിനെ ഒടുക്കിക്കളയുവാൻ വേണ്ടി അവര് ശപഥം ചെയ്തു. അപ്പൊ യഹൂദന്മാരുടെ സന്മാർഗ ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന ആളുകളെ കൊന്നുകളയുവാനുള്ള ആവശ്യം ഉന്നയിക്കുവാനും വേണ്ടി വന്നാൽ കൊന്നുകളയുവാനും ഒക്കെയുള്ള അനുവാദം ഈ യഹൂദന്മാർക്കുണ്ടായിരുന്നു. അപ്പൊ യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് അങ്ങനെയുള്ളവരെ കൊല്ലുന്നത് കുറ്റമല്ല എന്ന് ഉള്ള ഒരു ന്യായീകരണം കൂടെ ഉണ്ടായിരുന്നു. 40 പേരടങ്ങുന്ന ഒരു സംഘമാണ് പൗലോസിനെ കൊന്നുകളയുവോളം ഞങ്ങൾ ഇനി ഭക്ഷിക്കത്തില്ല എന്ന് ശപഥമെടുത്തത്. ഈ വിവരം അവിടെ നാം വായിക്കുന്നത് പൗലോസിന്റെ പെങ്ങളുടെ മകനെന്ന അനന്തരവൻ. അവിടെ മാത്രമേ ആ പദവും ആ വ്യക്തിയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ആ വിവരം മനസ്സിലാക്കിയ ശേഷം അദ്ദേഹം സഹസ്രാധിപനെ അറിയിച്ചു. അപ്പൊ അത് ഒരുപക്ഷെങ്കിൽ അദ്ദേഹത്തിന് ഈ ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെയുള്ള ബന്ധം ഉണ്ടായിരുന്നിരിക്കും. എന്തായിരുന്നാലും ഈ വിവരം സഹസ്രാധിപൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ പൗലോസിനെ താമസിപ്പിക്കുന്നത് അത്ര സുരക്ഷിതമല്ല എന്ന് സഹസ്രാധിപന് പോലും മനസ്സിലായി, പോലീസുകാർക്ക് പോലും മനസ്സിലായി. അതുകൊണ്ട്
അന്നത്തെ റോമ ഗവൺമെന്റിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് റോം ആയിരുന്നില്ല, കൈസരിയായിരുന്നു, ഭരണസിരാകേന്ദ്രം. അതുകൊണ്ട് അവിടേക്ക്, കൈസരിയിലേക്ക്, പലസ്തീനിലെ തലസ്ഥാന ആസ്ഥാനത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുവാൻ വേണ്ടി സഹസ്രാധിപൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവിടെയുള്ള പ്രധാന വ്യക്തിക്ക് ഒരു കത്തുമൊക്കെ കൊടുത്ത് വിടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട്. ഒന്ന്, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മതപരമായിട്ടുള്ള, ആശയപരമായിട്ടുള്ള ചില കടുംപിടുത്തങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ മനുഷ്യർക്ക് നഷ്ടപ്പെടും. മനുഷ്യന്റെയും മനുഷ്യാളത്വത്തിന്റെയും വില എന്തെന്ന് കാണുവാൻ കഴിയാതെ വണ്ണം ഇങ്ങനെയുള്ള ശത്രുത്വങ്ങൾ അവരെ അന്ധരാക്കി തീർക്കും. ആ അന്ധതയാണ് പല മിഷൻ ഫീൽഡിലും ദൈവദാസന്മാരെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ അടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ആ അന്ധതയാണ് ചില ഗ്രാമങ്ങളെ, നമുക്കറിയാം, ഛത്തീസ്ഗഡിലും ഒക്കെയുള്ള ചില ഗ്രാമങ്ങൾ മുഴുവനും ചുട്ടുകളഞ്ഞു. മനുഷ്യത്വമില്ലാത്ത അന്ധത. അപ്പൊ ആ ഒരു ശത്രുത അതെപ്പോഴും ഈ ലോകത്തിൽ ഇങ്ങനെ ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം, നിയമപരമായി അർഹതയുള്ള കാര്യങ്ങൾ അവകാശപ്പെടുന്നതിനും സംരക്ഷിക്കപ്പെടുന്നതിനും നമുക്ക് അവകാശമുണ്ട്. റോമൻ നിയമം നിഷ്പക്ഷമായിരുന്നു. നിഷ്പക്ഷമായ ഒരു നീതി, ഇപ്പൊ റോമൻ പൗരൻ എന്നുള്ള നിലയിൽ പൗലോസിന് ലഭിക്കേണ്ട എല്ലാ അവകാശങ്ങളും അർഹതകളും അവന് ലഭ്യമാക്കുവാൻ ഭരണകൂടം ശ്രദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്നത് ഭരണഘടനയുടെ അവകാശങ്ങളെ ലംഘിക്കുന്ന ചില നിയമ ഇടപെടലുകളാണ് നമ്മളിന്ന് കാണുന്നത്. നീതിയും ന്യായവും ഒന്നും വില പോകാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. എന്നാൽ റോമക്കാരെ സംബന്ധിച്ച് നിഷ്പക്ഷമായി, നീതിയുക്തമായി കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു സന്നദ്ധത അവർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ പൗലോസിനെ കൈസരിയിലേക്ക് അയക്കുകയും, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പൗലോസിന്റെ കൈസരിയയിലെ തടവാണ്. കൈസരിയയിലെ തടവ് 24 അധ്യായം 1 മുതൽ 26 അധ്യായം 32 വാക്യം വരെ, 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസിന്റെ കൈസരിയയിലെ തടവാണ്. അതിൽ 24 അധ്യായത്തിൽ 3 ദേശാധിപതികളുടെ മുമ്പിൽ പൗലോസ് നിൽക്കുന്നു. ഒന്നാമത്തെ വ്യക്തി ഫെലിക്സാണ്. ഫെലിക്സിന്റെ മുമ്പാകെ പൗലോസ് നിൽക്കുന്നു. രണ്ടാമത്തെ വ്യക്തി 25 അധ്യായത്തിൽ കാണുന്ന ഫെസ്തോസാണ്. അപ്പൊ ഫെലിക്സിന്റെ മുമ്പാകെയും ഫെസ്തോസിന്റെ മുമ്പാകെയും 23, 24, 25 അധ്യായങ്ങൾ. 26 അധ്യായത്തിൽ അഗ്രിപ്പ രാജാവിന്റെ മുമ്പാകെ 26 അധ്യായത്തിൽ പൗലോസ് നിൽക്കുന്നു. അപ്പൊ ഈ 3 അധ്യായങ്ങളിലൂടെ കൈസരിയയിലെ തടവ് ജീവിതവും അവിടെയുള്ള പ്രതിവാദങ്ങളും നമുക്ക് കാണുവാൻ കഴിയും. ഇപ്പൊ യഹൂദന്മാർക്ക് വേണ്ടി പൗലോസിനെതിരായിട്ട് ഫെലിക്സിന്റെ മുമ്പാകെ വാദിക്കുവാൻ വേണ്ടി തെർത്തുല്ലോസ് എന്ന് പറയുന്ന ഒരു ന്യായശാസ്ത്രിയാണ്, ഒരു വക്കീലാണ് വരുന്നത്. അദ്ദേഹം 3 കാര്യങ്ങൾ ആരോപിച്ചു. യഹൂദന്മാർക്കിടയിൽ ഇവൻ കലഹമുണ്ടാക്കുന്നു,
രണ്ട്, ഇവൻ നസ്രായ മതത്തിന് മുമ്പിട്ട് നിൽക്കുന്നവനാണ്. മൂന്ന്, ഇവൻ ദേവാലയം തീണ്ടിക്കുന്നു. 24-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ നമുക്ക് അത് കാണാം. 3 വിധത്തിലുള്ള അന്യായമാണ് ബോധിപ്പിക്കുന്നത്. അപ്പൊ അതിനെതിരെ പൗലോസിന്റെ ശക്തമായിട്ടുള്ള ഒരു പ്രതിവാദമുണ്ട്. ഇരുപത്തിനാലാം അധ്യായത്തിൽ പറയുന്ന വ്യവഹാരജ്ഞൻ, തെർത്തുല്ലോസ് എന്ന് പറയുന്ന വ്യവഹാരജ്ഞൻ എന്ന് പറയുന്നത് ഒരു അഡ്വക്കേറ്റ് എന്നുള്ള അർത്ഥമാണ്. യഹൂദന്മാര് നിയോഗിച്ചാക്കി വിട്ട ഒരു വിദഗ്ധനായ വക്കീലാണ്. അപ്പൊ അങ്ങനെ ദേശാധിപതി ഇവനെക്കുറിച്ചുള്ള കുറ്റം എന്താണ്? അന്യായം ബോധിപ്പിക്കുന്നത്. അങ്ങനെ അന്യായം ബോധിപ്പിച്ചതാണ് ഈ 3 കാര്യങ്ങൾ. 5-ാമത്തെ വാക്യത്തിൽ ഈ പുരുഷൻ ഒരു ബാധയും ലോകത്തിലുള്ള സകല യഹൂദന്മാരുടെയും ഇടയിൽ കലഹമുണ്ടാക്കുന്നവനും നസ്രായ മതത്തിന് മുമ്പനും എന്ന് ഞങ്ങൾ കണ്ടിരിക്കുന്നു. അവൻ ദേവാലയം തീണ്ടിപ്പാനും ശ്രമിച്ചു. ഇതാണ് പൗലോസിനെ കുറിച്ചുള്ള കുറ്റം. അതുകൊണ്ട് ഞങ്ങൾ ഇവനെ ന്യായപ്രമാണ പ്രകാരം വിസ്തരിക്കണമെന്ന് ആഗ്രഹിച്ചു. സഹസ്രാധിപനായ ലൂസിയാസ് വളരെ ബലത്തോടെ വന്ന് അവനെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി. അപ്പൊ ലൂസിയാസ് പിടിച്ചുകൊണ്ട് പോയതിനെ കുറ്റകരമായിട്ട് അവർ പറയുകയാണ്. അവന്റെ വാദികൾ നിന്റെ മുമ്പാകെ വരുവാൻ കൽപ്പിച്ചു. നീ തന്നെ വിസ്തരിച്ചാൽ ഞങ്ങൾ അന്യായം ബോധിപ്പിക്കുന്ന ഈ സകല സംഗതികളും അറിഞ്ഞുകൊള്ളുവാൻ ഇടയാകും. അത് ഞങ്ങൾ അങ്ങനെ തന്നെ എന്ന് യഹൂദന്മാരെ യോജിക്കും. സംസാരിക്കാവും ദേശാധിപതി ആംഗ്യം കാണിച്ചു. പൗലോസ് അതിന്റെ മറുപടിയായിട്ട് പ്രസംഗിക്കും. അവിടെയും പൗലോസിന് തന്റെ ഭാഗം വെളിപ്പെടുത്തുവാനുള്ള അവസരം കിട്ടി. അതുകൊണ്ട് എൻ്റെ പക്ഷത്ത് എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ അത് പ്രസ്താവിക്കട്ടെ എന്ന് അവർ തന്നെ പറയട്ടെ എന്ന് പറയുന്നു. ഫെലിക്സിന് ഈ കാര്യം സംബന്ധിച്ച് ഈ ക്രിസ്തു മാർഗത്തെക്കുറിച്ചൊക്കെയുള്ള അറിവ് ഫെലിക്സിന് ഉണ്ടായിരുന്നു. എന്നാൽ ലൂസിയാസ് എന്ന് പറയുന്ന സഹസ്രാധിപൻ വരുമ്പോൾ ഈ കാര്യം ഒന്നും കൂടെ വിസ്താരത്തിനെടുക്കാം എന്ന് പറഞ്ഞ് കേസ് അവധിക്ക് വിടുകയാണ്. ശതാധിപനോട് അവനെ തടവിൽ തന്നെ സൂക്ഷിക്കാൻ പറഞ്ഞു. അവനോട് ദയ കാണിക്കണമെന്നും അവന്റെ സ്നേഹിതന്മാർ വന്ന് ശുശ്രൂഷിക്കുവാനുള്ള അവസരം കൊടുക്കണമെന്നും പറഞ്ഞു. പൗലോസിന് അവിടെ ഒരു ഫേവർ കിട്ടി. പക്ഷേ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല. കാരണം ആ പ്രശ്നം അവിടെ പരിഹരിക്കാൻ ഒക്കത്തില്ല. കാരണം ദൈവാലോചന കിടക്കുകയാണ് എങ്ങോട്ട് പോകണമെന്നുള്ളത്, റോമിലേക്ക് പോകണമെന്ന്. അപ്പം അവിടെ കുറെ നാൾ കഴിഞ്ഞിട്ട് ഫെലിക്സ് വീണ്ടും പ്രസംഗം കേൾക്കുവാനായിട്ട് വരുന്ന ഭാഗം നമുക്ക് അതിന്റെ അവസാന ഭാഗത്ത് കാണാം. ഫെലിക്സ് വന്ന യഹൂദ സ്ത്രീയായിരുന്നു തന്റെ ഭാര്യ ദുർസില്യമായിട്ട് വന്നിട്ട് പൗലോസിനെ വരുത്തി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം കേട്ടു. അപ്പൊ അവന് ഇങ്ങനെയുള്ള നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ പ്രസംഗിച്ചത് കേട്ടപ്പോൾ ഫെലിക്സിന് ഭയമായി. ഫെലിക്സ് പറഞ്ഞു, പ്രസംഗം മതി, ഇനി എപ്പോഴെങ്കിലും സമയമുള്ളപ്പോൾ ഞാൻ വന്ന് കേട്ടോളാം എന്ന് പറഞ്ഞ് അവിടെ ഒന്ന് പോവുകയാണ്. അദ്ദേഹം വലിയൊരു ദ്രവ്യഗ്രഹിയും വലിയൊരു തീറ്റിപ്രിയനുമായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പൊ ഇങ്ങനെ പ്രസംഗമൊക്കെ കേൾക്കാൻ വരികയും ഒക്കെ ചെയ്തപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമെന്നുള്ള ചിന്ത തനിക്കുണ്ടായിരുന്നോ, കൈക്കൂലി. അപ്പൊ ദ്രവ്യം വല്ലതും കൊടുക്കുമെന്നൊക്കെ താൻ ചിന്തിച്ചു. അതുകൊണ്ട് പലതവണ വിളിച്ചിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴെല്ലാം മനസ്സിൽ ഇരിക്കുന്നത് പൈസ വല്ലതും കൊടുക്കുമെന്നുള്ള ചിന്തയാണ്. പക്ഷെ അതൊന്നും നടക്കാഞ്ഞത് കൊണ്ട് യഹൂദന്മാരുടെ ഒരു പ്രീതിയും കൂടെ പ്രതീക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തെ തടവുകാരനായിട്ട് തന്നെ വിട്ടേച്ചു പോയി.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫെസ്തോസ് സംസ്ഥാനത്തിൽ വന്നിട്ടുണ്ട് എന്ന് അറിയുന്നത്. ഫെലിക്സിന്റെ മുമ്പാകത്തിന് ശേഷം ഫെസ്തോസിന്റെ മുമ്പാകെയാണ്. ഈ ഫെസ്തോസ് ഒരു സത്യസന്ധനായ ഭരണാധികാരിയായിരുന്നു. ഫെലിക്സ് അത്രമാത്രം സത്യസന്ധനായിരുന്നില്ല. ഫെസ്തോസ് വന്നപ്പോൾ ഇദ്ദേഹത്തെ കുറിച്ച് നമുക്ക് വളരെ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് അറിയത്തില്ലെങ്കിലും ഒരു നീതിമാനായ ഭരണാധിപനായിരുന്നു എന്ന് നമുക്ക് കാണാം. പൗലോസിന് എതിരെയുള്ള കുറ്റങ്ങൾ പറഞ്ഞ് യഹൂദന്മാരുടെ ആശയത്തിലേക്ക്, അവരുടെ പക്ഷത്തിലേക്ക് ഈ ഫെസ്തോസിനെ കൊണ്ടുവരുവാൻ വേണ്ടി യഹൂദന്മാര് വളരെ ശ്രമിച്ചു. അവർ പറഞ്ഞ 3 കുറ്റങ്ങൾ: ന്യായപ്രമാണത്തിനെതിരായിട്ട് പ്രസംഗിക്കുന്നു, ദേവാലയത്തിനെതിരായിട്ട് പ്രസംഗിക്കുന്നു, മറ്റൊന്ന് കൈസർക്കെതിരായിട്ട് പ്രസംഗിക്കുന്നു. അപ്പോൾ ഇവിടെ യഹൂദന്മാരുടെ ആ കുറ്റാരോപണം, അതിന് മറുപടിയായിട്ട് പൗലോസിനെ വരുത്തിയ ശേഷം 7-ാമത്തെ വാക്യം, അവൻ വന്നാറെ യെരുശലേമിൽ നിന്ന് വന്ന യഹൂദന്മാർ ചുറ്റും നിന്നും അവന് നേരെ കഠിനമായി പലതും ബോധിപ്പിച്ചു. പൗലോസോ യഹൂദന്മാരുടെ ന്യായപ്രമാണത്തോടാകട്ടെ, ദൈവാലയത്തോടാകട്ടെ, കൈസരോടാകട്ടെ ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പ്രതിപാദിച്ചാറേ ആ കുറ്റങ്ങളെ തെളിയിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇതിന് യാതൊരു തെളിവുമില്ലായിരുന്നു. പൗലോസിന് നേരെ പറഞ്ഞ വാദങ്ങൾക്ക് യാതൊരു തെളിവും അവർക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഫെസ്തോസ് എന്ത് ചെയ്തു? ഫെസ്തോസ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിപ്പാൻ ഇച്ഛിച്ചിട്ട് പൗലോസിനോട് യെരുശലേമിലേക്ക് ചെന്ന് അവിടെ എന്റെ മുമ്പാകെ ഈ സംഗതികളെ കുറിച്ച് വിസ്താരം നടപ്പാൻ നിനക്ക് സമ്മതമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ യെരുശലേമിന്റെ ഭരണാധികാരിയാണ്. നിനക്ക് എന്റെ ആസ്ഥാനത്തേക്ക് വരുവാൻ സമ്മതമാണോ? അവിടെ വെച്ച് നിന്നെ ഞാൻ വിസ്തരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഹൂദന്മാരുടെ ഒരു പ്രീതി ലഭിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഈ റോമൻ ദേശാധിപതിമാരെല്ലാം യഹൂദന്മാരെ പ്രീതിപ്പെടുത്തിയാണ് നിൽക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ യഹൂദന്മാരുടെ ഒരു ന്യായാധിപ സംഘത്തിന്റെ ഒരു കുറ്റാരോപണം കൈസർക്ക് കിട്ടിയാൽ ഈ ഭരണാധികാരിയുടെ പദവി നഷ്ടമാകും. കാരണം ഈ പാലസ്തീൻ നാട് മുഴുവനും റോമൻ പ്രവിശ്യയായിട്ട്, റോമൻ ഭാഗമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ആ പ്രദേശത്തിന്റെ ഭരണം കിട്ടണമെന്നുണ്ടെങ്കിൽ യഹൂദന്മാരെ പ്രീതിപ്പെടുത്തണം. എന്നാൽ റോമൻ നിയമം പാലിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും ഇവര് പല കാര്യങ്ങളിലും ഉചിതമായ തീരുമാനമൊന്നും എടുക്കാതെ കേസുകൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകും. യേശുവിന്റെ കാര്യത്തിലും അങ്ങനെയായിരുന്നു. വിടണമെന്ന് വലിയ ആഗ്രഹമുണ്ട് പീലാത്തോസിനോട്. പക്ഷെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ അത് പ്രശ്നമാവും, ശിക്ഷിക്കാൻ ഒക്കത്തില്ല. അവസാനമാണ് പറഞ്ഞത്, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തു. അങ്ങനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. റോമാക്കാരും ശിക്ഷ വിധിച്ചില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ എന്ന് അപ്പോസ്തലന്മാർ പറയുന്നു. യഹൂദന്മാരായിരുന്നു, സ്വന്തം ജനമായിരുന്നു കർത്താവിനെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തത്, റോമക്കാരായിരുന്നു. അപ്പോൾ അങ്ങനെ പൗലോസിന് അത് അപകടകരമായിട്ട് മനസ്സിലായി. പൗലോസ് പറഞ്ഞു, ഞാനിപ്പോൾ നിൽക്കുന്നത് കൈസറുടെ ന്യായാസനത്തിന് മുമ്പാകെയാണ്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാം പരമാധികാരി കൈസറാണ്. അതുകൊണ്ട് അവിടെ എന്നെ വിസ്തരിക്കണം. ഞാൻ യഹൂദന്മാരോട് ഒരു അന്യായവും ചെയ്തിട്ടില്ല. അത് നിനക്ക് നല്ലവണ്ണം അറിയാം. ഞാൻ അന്യായം ചെയ്ത് മരണയോഗ്യമായത് വല്ലതും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മരണശിക്ഷ ഏൽക്കുവാൻ എനിക്ക് യാതൊരു വിരോധവും. ഇവർ എനിക്ക് നേരെ ബോധിപ്പിക്കുന്ന അന്യായം നേരല്ല എന്ന് വരികിലോ എന്നെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ ആർക്കും കഴിയുന്നതല്ല. അപ്പൊ ഇത് നേരല്ല എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ
വലിയൊരു കലഹം ഉണ്ടായി കഴിയുമ്പോൾ കലഹം ശമിപ്പിക്കാൻ വേണ്ടി ഒരു പക്ഷെങ്കിൽ കർത്താവിനെ വിട്ടുകൊടുത്തതുപോലെ പൗലോസിനെ നിങ്ങൾ എന്നാൽ എന്തെങ്കിലും പോയി ചെയ്തോ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുവാനുള്ള സാധ്യതയും യെരുശലേമിലും. അപ്പൊ അതുകൊണ്ട് എനിക്ക് കൈസരുടെ മുമ്പാകെ എന്റെ കാര്യം ബോധിപ്പിക്കണം എന്ന് പൗലോസ് പറഞ്ഞു. അപ്പൊ കൈസരെ അഭയം ചൊല്ലുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഫെസ്തോസ് തന്റെ ആലോചന സഭയോട് ആലോചിച്ച ശേഷം പറഞ്ഞു, നീ കൈസരെ അഭയം ചൊല്ലിയിരിക്കുന്നത് കൊണ്ട് നിന്നെ കൈസറുടെ അടുത്തേക്ക് കൊണ്ടുപോകും. കൈസർ എവിടെയാണ്? കൈസർ റോമിലാണ്. നോക്കണം, റോമിലേക്കുള്ള യാത്രയ്ക്ക് അല്ലെങ്കിൽ റോമ സാമ്രാജ്യത്തിലോട്ട്, ആ ഭൂമിയുടെ അറ്റം എന്ന് പറയുന്ന ആ സ്ഥലത്തോട്ട് കർത്താവിന്റെ വചനവുമായിട്ട് പോകുവാൻ അവിടെ ഇപ്പൊ കുറെ സഭകളുണ്ട്, ഭവന സഭകളാണ്. 10-16 സഭകളോളം അവിടെ പലയിടങ്ങളിലായിട്ടുണ്ട്. ക്രിങ്ക്രായ സഭ എന്നുള്ള ഫേബ അവിടെയായിട്ട് ലേഖനവുമായിട്ട് പോയിട്ടുണ്ട്. നേരത്തെ പോയായിരുന്നു. രണ്ടാമത്തെ മിഷണറി യാത്രയിൽ ലേഖനമൊക്കെ എഴുതി ഫേബയുടെ കയ്യിൽ അവിടെ കൊടുത്തു വിട്ടു. അപ്പൊ അവരും കാത്തിരിക്കുകയാണ് പൗലോസ് വരുന്നതോ. അവരോട് പറഞ്ഞു, വേഗം നിങ്ങളുടെ ഇടയ്ക്കൽ വരുവാൻ ഞാൻ വാഞ്ചിക്കുന്നു. അതിനുശേഷം എനിക്ക് സ്പാനിയയിലേക്കും പോകുവാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പൊ ഈ പെന്തക്കോസ്ത് നാളിൽ വന്ന ആളുകൾ, വന്നേച്ച് പോയ ആളുകളും പിന്നീട് ഈ അക്വിലാവിന്റെയും പ്രിസ്കില്ലയുടെയും അങ്ങനെയൊക്കെയുള്ള കുടിയേറ്റക്കാരും പൗലോസിന്റെ ശിഷ്യന്മാരും എല്ലാം റോമിലേക്ക് പോയിട്ട് പല സഭകൾ സ്ഥാപിച്ചു. ഭവന സഭകളാണ്. അവർക്ക് അപ്പോസ്തലിക ഉപദേശവും അടിസ്ഥാനവും ഒക്കെ ലഭിക്കേണ്ടതുണ്ട്. അപ്പൊ പൗലോസിന് അവിടെ പോയേ പറ്റുകയുള്ളൂ. കാരണം അത് ശുശ്രൂഷയുടെ അവിഭാജ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ അതിനുള്ള അവസരം ഇപ്പോൾ ഒരുങ്ങി വന്നിരിക്കുന്നു. നീ അവിടേക്ക് പോകും. യു ആർ സാങ്ഷൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിന്നെ അവിടേക്ക് കൊണ്ടുപോകും. എങ്ങനെ കൊണ്ടുപോകും? കുറ്റവാളിയായിട്ട് പിടിക്കപ്പെട്ടവനാണ്. യാതൊരു ക്ഷീണവും തട്ടാതെ അവിടെ എത്തിക്കണം. പടയാളികളുടെ അകമ്പടിയോടെ നല്ല ഭക്ഷണം കൊടുത്ത് സംരക്ഷണത്തോടു കൂടി വേണം അങ്ങോട്ട് കൊണ്ടുപോകാൻ. പൗലോസിന് ഇനിയിപ്പം വണ്ടിക്കൂലി മുടക്കേണ്ട ആവശ്യമില്ല, ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട, കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അവന്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ഇപ്പോൾ പടയാളികളും അങ്ങനെ അവന് റോമിൽ വരെ എത്തിക്കും എന്നുള്ള ഉറപ്പ് അവിടെ ലഭിച്ചിരിക്കുകയാണ്. ഒട്ടുനാൾ കഴിഞ്ഞ ശേഷം അവിടെ താമസിക്കുമ്പോൾ അഗ്രിപ്പ രാജാവ് ബെർണിക്കയും ഫെസ്തോസിനെ വന്ദനം ചെയ്യാൻ വന്നപ്പോഴാണ്, നമുക്കറിയാം, അവിടെ വന്നിട്ട് അദ്ദേഹത്തിന് പ്രസംഗം കേൾക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രസംഗം കേട്ടു. അദ്ദേഹത്തിനും വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. നമുക്കറിയാവുന്ന ഭാഗമാണ്, നിങ്ങൾ വായിച്ചു പഠിച്ചാൽ മതി അവിടെ. അപ്പം അടുത്ത ദിവസവും ബെർണിക്കയുമായിട്ട് അഗ്രിപ്പ വന്ന് അവിടെ വന്നിട്ട് വിചാരണാ മണ്ഡപത്തിൽ വന്ന ഫെസ്തോസിന്റെ കൽപ്പനയാൽ പൗലോസിനെ കൊണ്ടുവന്നു. അപ്പോൾ ഫെസ്തോസ് പറഞ്ഞത്, അഗ്രിപ്പ രാജാവേ, ഇവിടെ വന്നുകൂടിയിരിക്കുന്ന സകല പുരുഷന്മാരുമായുള്ളവരെ, യഹൂദന്മാരുടെ സമൂഹമെല്ലാം യെരുശലേമിലും ഇവിടെയും വെച്ച് എന്നോട് അപേക്ഷിക്കുകയും അവനെ ജീവനോടെ വെച്ചേക്കരുത് എന്ന് നിലവിളിക്കുകയും ചെയ്തു. ഈ മനുഷ്യനെ നിങ്ങൾ കാണുന്നുവല്ലോ, അവൻ മരണയോഗ്യമായതൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഗ്രഹിച്ചു. അവൻ തന്നെയും ചക്രവർത്തി തിരുമനസിലെ അഭയം ചൊല്ലുകയാൽ അവനെ അയക്കണം എന്ന് വിധിച്ചിരിക്കുന്നു. അവനെക്കുറിച്ച് തിരുമേനിക്ക് എഴുതുവാൻ എനിക്ക് നിശ്ചയമായത് ഒന്നുമില്ല. അതുകൊണ്ട് വിസ്താരം കഴിഞ്ഞിട്ട് എഴുതുവാൻ വല്ലതും ഉണ്ടാകേണ്ടതിന് അവനെ നിങ്ങളുടെ മുമ്പിലും വിശേഷാൽ അഗ്രിപ്പ രാജാവെ തിരുമുമ്പിലും വരുത്തിയിരിക്കുന്നു. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഈ റോമിലേക്ക് പൗലോസിനെ അയക്കണമെങ്കിൽ കുറ്റപത്രം കൊടുക്കണം, FIR വേണം. അതില്ലാതെ അങ്ങോട്ട് കൊണ്ടുചെല്ലാൻ ഒക്കത്തില്ല. കാരണം അവിടെ നിയമവും നീതിയും ഒക്കെയാണ് ഉള്ളത്. അപ്പൊ ഒരു കുറ്റവാളിയെ ഇത്രയും ദൂരം റോമിലേക്ക് അയക്കുമ്പോൾ എന്ത് കുറ്റമാണ് അവൻ ചെയ്തതെന്നുള്ള കുറ്റപത്രവും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ റോമിൽ വിസ്തരിക്കാനൊക്കൂ. തടവുകാരനെ അയക്കുമ്പോൾ അവന്റെ പേരിലുള്ള കുറ്റം കാണിക്കാതിരിക്കുന്നത് യുക്തമല്ല എന്ന് പറഞ്ഞു. ഇവൻ യാതൊരു കുറ്റം ചെയ്തിട്ടുമില്ല. ഇനിയിപ്പോ റോമിലേക്ക് അയക്കാതിരിക്കാനും പറ്റത്തില്ല. യഹൂദന്മാർ ഉന്നയിക്കുന്ന യാതൊരു കുറ്റാരോപണങ്ങൾക്കും തെളിവുമില്ല. അപ്പൊ തെളിവില്ലാതെ ഒരു FIR അല്ലെങ്കിൽ ഒരു കുറ്റപത്രം തയ്യാറാക്കാനോ പറ്റും. യഹൂദന്മാരെ വിസ്തരിച്ചു, വലിയ വക്കീൽ വന്ന് വാദിച്ചു, എന്നിട്ടൊന്നും ഒരു കുറ്റവും കാണുവാൻ കഴിയുന്നില്ല. പൗലോസിന്റെ കാര്യത്തിൽ, കർത്താവിന്റെ കാര്യത്തിൽ എന്ന പോലെ പൗലോസിന്റെ കാര്യത്തിൽ ഒരു കുറ്റം കണ്ടുപിടിക്കുവാനുള്ള ബുദ്ധിമുട്ടായി.
കുറ്റം കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട്. ഒരു ദേവദാസൻ പറഞ്ഞിട്ടുണ്ട്, ഒരു സുവിശേഷകനെ കുറ്റവാളിയായി പിടിക്കപ്പെട്ടാൽ സുവിശേഷം പ്രസംഗിച്ചു എന്നുള്ളതല്ലാതെ ഒരു കുറ്റം അവന്റെ മേൽ ഉണ്ടായിരിക്കാൻ പാടില്ല. സ്തോത്രം. കർത്താവിന് വേണ്ടി ജീവിക്കുന്നു, കർത്താവിന്റെ വേല ചെയ്യുന്നു, സുവിശേഷം പ്രസംഗിക്കുന്നു എന്നുള്ളതായിരിക്കണം നമ്മുടെ പേരിലുള്ള കുറ്റം. അതൊരു കുറ്റമല്ല. അല്ലാതുള്ള ഒരു കാര്യവും പൗലോസിന്മേൽ ചുമത്തുവാനില്ല. പൗലോസിന്റെ രാഷ്ട്രീയ ജീവിതം, മതപരമായ ജീവിതം, സാംസ്കാരിക ജീവിതം, ഇതെല്ലാം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. വളരെ ശക്തനായ ഒരു മനുഷ്യനാണ്. ധാരാളം സഭകൾ സ്ഥാപിച്ചു, ധാരാളം ഭരണാധികാരികളുമായിട്ട് ഇടപെട്ടു, റോമാക്കാരുമായിട്ടും യഹൂദന്മാരുമായിട്ടും തത്വചിന്തകന്മാരുമായിട്ടും സംവാദിച്ചു. പക്ഷെ അവിടെയൊന്നും കലാപങ്ങളിലും കലഹങ്ങളിലും ഒക്കെ അകപ്പെട്ടിട്ടും, ക്ഷേത്രങ്ങളിൽ വലിയ കലാപങ്ങൾ ഉണ്ടായിട്ടും, മന്ത്രവാദികൾ മാനസാന്തരപ്പെട്ടിട്ടും മതപരമായോ രാഷ്ട്രീയപരമായോ യാതൊരു കുറ്റവും ചുമത്തുവാൻ കഴിയാത്തവണ്ണം പൗലോസിന്റെ സുവിശേഷ സമീപനങ്ങൾ ശുദ്ധമായിരുന്നു. നമ്മുടെ പ്രഭാഷണങ്ങളിൽ, ഇന്നത്തെ നമ്മുടെ പ്രഭാഷണങ്ങളിലൊക്കെ വിദ്വേഷങ്ങൾ ധാരാളം ഉണ്ടാവും. ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ കയറി നമ്മളത് പറയും. ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് ആരും അറസ്റ്റ് ചെയ്യുക. ഇത് ജനാധിപത്യ രാജ്യം അല്ലേ? നമ്മുടെ ആ തീഷ്ണത കൊണ്ട് നമ്മൾ ഓരോരുത്തരെ അങ്ങ് വെട്ടിമുറിച്ചാണ് പറയുന്നത്. ചിലർക്കൊക്കെ കുറ്റം വന്നിട്ടുണ്ട്, ഇരവിപേരൂരില് ക്യാപ്റ്റൻ ഷോമയിൽ പ്രസംഗിച്ച സംഭവം നമുക്കറിയാം. ഭയങ്കരമായിട്ടുള്ള പ്രക്ഷോഭം ഉണ്ടായി. പിന്നെ അടുത്ത കാലത്തൊന്നും ഭവന സന്ദർശനമോ പരസ്യമോ ഒന്നും അവിടെ നടത്താൻ പറ്റിയിട്ടില്ല. അവിടെയെല്ലാം ആ പഞ്ചായത്ത് നടത്താൻ പറ്റി. അപ്പൊ ആ പ്രശ്നമൊക്കെ മാറി. അതുപോലെ ഞങ്ങളുടെ തിരുവല്ല ആ പ്രദേശങ്ങളിലൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കുണ്ട്. അതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ്. നമുക്കത് പറയാതിരിക്കാൻ പറ്റും. ഇതെല്ലാം ഈ പഴയ നിയമ യഹൂദ മനസ്സിന്റെ സ്വാധീനം. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ജാതികളോടുള്ള വെറുപ്പ്, ജാതികളുടെ ആരാധനയോടുള്ള വെറുപ്പ്, അവരുടെ വിഗ്രഹങ്ങളോടുള്ള ശാപം, ഇതെല്ലാം ചൊരിയുന്നത് എവിടെയാണ്? പഴയ നിയമത്തിലാണ്. യഹൂദനെ വെറുക്കുന്ന പഴയ നിയമ മനസ്സാണ്. പക്ഷെ വിഗ്രഹങ്ങളുടെ ഏറ്റവും കൂടുതൽ വിഗ്രഹങ്ങളുള്ള അഥേനയിൽ പൗലോസ് ചെന്നിട്ട് പോലും പഴയ നിയമ സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ ഇവയൊന്നും മിണ്ടുന്നില്ല, പറയുന്നില്ല, ഇങ്ങനൊന്നും പ്രസംഗിച്ചില്ല. അവിടെ പോസിറ്റീവായിട്ടുള്ള ഒരു പഴുത് നോക്കി പറഞ്ഞു. അജ്ഞാതദേവൻ ആസിയിൽ ഡയാനദേവിയുടെ വലിയ ക്ഷേത്രത്തിന്റെ മുമ്പാകെ പ്രസംഗിച്ചു. അവിടെയൊന്നും ഇത് വ്യായാമൊന്നും പറഞ്ഞില്ല. അറിയാമെങ്കിലും പറയരുത്, അറിയാവുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യരുത്, പറയരുത്. പറയാതിരിക്കാനും കഴിയണം കുറച്ച് കാര്യം. സുവിശേഷകർ പറയേണ്ടിയ സ്ഥലമുണ്ട്, പ്രാർത്ഥനാ മുറിയിൽ പറയാം. ശബരിമലയിൽ പോയി ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പോവാണെന്നൊന്നും സോഷ്യൽ മീഡിയയിൽ ഇടുക. പോയി അവിടെ കാണാൻ പോയി പ്രാർത്ഥിച്ചിട്ട് പോരാ, അത്രേ ഉള്ളൂ. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഏത് പ്രശ്നത്തിലായാലും വിദ്വേഷപരമായിട്ട് കുറ്റം കണ്ടുപിടിക്കുവാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്. കുറ്റമില്ലെങ്കിലും നമുക്ക് ഉപദ്രവം ഉണ്ടാവും. പക്ഷെ ആ കുറ്റം എന്ന് പറയുന്നത് എന്തായിരിക്കണം? കർത്താവിനെ സാക്ഷിച്ചു, യേശുവിന്റെ സാക്ഷിയായി, യേശുവിനെ ഉയർത്തി. അതല്ലാതെ ഒരു കുറ്റം ഉണ്ടാകുവാൻ പാടില്ല. അപ്പൊ അഗ്രിപ്പാവ് ഇനിയും പൗലോസിനോട് ചോദിക്കുക, എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് 26-ാം അധ്യായത്തിൽ അഗ്രിപ്പ രാജാവിന്റെ മുമ്പാകെയുള്ള പ്രതിവാദമാണ്. അഗ്രിപ്പ രാജാവ് പൗലോസ് അഗ്രിപ്പ രാജാവിനോട് പറഞ്ഞു. അഗ്രിപ്പ രാജാവിനോട് വളരെ ശക്തമായ ഒരു പ്രതിവാദം 26-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. നമ്മുടെ മാർഗത്തിൽ സൂക്ഷ്മതയേറിയ മതഭേദപ്രകാരം പരീശനായിട്ട് ഞാൻ ജീവിച്ചു എന്ന് ആദ്യം മുതൽ അറിയുന്നു. 5-ാം വാക്യത്തിന്റെ അവസാനം, ഞാൻ ആദ്യം മുതൽ തന്നെ, എൻ്റെ ബാല്യകാലം മുതൽ തന്നെ
ശുദ്ധനായ ഒരു യഹൂദനായിട്ട് ജീവിച്ചു എന്നെല്ലാം പറയുന്നു. പത്താം വാക്യത്തിൽ അത് ഞാൻ യെരൂശലേമിൽ ചെയ്തു, യേശുവിന്റെ നാമത്തിന് വിരോധമായിട്ട് ഞാൻ പല കാര്യങ്ങളും ചെയ്തു. മഹാപുരോഹിതന്മാരോട് അധികാരപത്രം വാങ്ങി വിശുദ്ധന്മാരിൽ പലരെയും തടവിലാക്കി അടച്ചു. അവരെ നിഗ്രഹിക്കുന്ന സമയം ഞാനും സമ്മതം കൊടുത്തു. അപ്പൊ നമ്മുടെ നാട്ടിൽ ആരെയെങ്കിലും കൊല്ലാൻ തുടങ്ങുമ്പോൾ നമ്മളോട് വന്ന് ചോദിക്കുമോ? കൊന്നേക്കട്ടാന്ന് ചോദിക്കട്ടെ. ഇപ്പം ഒത്തിരി തടവുകാരെയൊക്കെ ഇങ്ങനെ ശിക്ഷ വിധിക്കുന്നു, കുറ്റവാളികളെ. നമ്മളോട് വിളിച്ച് ചോദിക്കുക കൊന്നേക്കട്ടെ എന്ന് ചോദിക്കത്തില്ല. കാരണം നമ്മൾ അനുവാദം കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പൗലോസിന് അതിനുള്ള ഒരു അധികാരം ഉണ്ടായിരുന്നു എന്നുള്ള സൂചനയാണ് ഇവിടെ കാണുന്നത്. ഞാനും സമ്മതം കൊടുത്തു. സെന്നിദ്രീയം സംഘത്തിലെ എല്ലാ അംഗങ്ങളുടെയും സമ്മതം ആവശ്യമാണ് ഒരു വ്യക്തിയെ ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യണമെന്ന്. അപ്പോൾ വിശുദ്ധന്മാരിൽ പലരെയും തടവിലാക്കി അവരെ നിഗ്രഹിക്കുന്ന സമയം, കർത്താവിന്റെ ദാസന്മാരെയും ദാസിമാരെയും കൊല്ലുന്ന സമയം പൗലോസിനും സമ്മതമായിരുന്നു. സ്തെഫാനോസിന്റെ ഭരണസമയത്തും അത് തന്നെയാണ്. പൗലോസിനും സമ്മതമായിരുന്നു. ഇവിടെ ബാല്യക്കാരൻ വസ്ത്രം സൂക്ഷിച്ചുകൊണ്ട് നിന്നു എന്നൊക്കെയാ പറയുന്നത്. അടിക്കാൻ വന്നവരുടെ ബാഗും പെട്ടിയും ഒക്കെ ഇവന്റെ കയ്യിലാണ് കൊടുത്തിരുന്നത്. എന്നിട്ട് പൗലോസിന് സമ്മതമായിരുന്നു. പൗലോസ് അത് പിടിച്ചോണ്ട് പോകും. അപ്പം അങ്ങനെ എല്ലാ പള്ളികളിലും അവരെ ദണ്ഡിപ്പിച്ചു. പൗലോസ് തന്റെ സാക്ഷ്യം മുഴുവനും അഗ്രിപ്പാ രാജാവിനോട് പറഞ്ഞു. അവസാനം പറഞ്ഞു, അഗ്രിപ്പാ രാജാവേ, 19-ാം വാക്യം 18-ാം വാക്യത്തിന്റെ അവസാനം, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആദ്യം ദമസ്കോസിലും യെരുശലേമിലും യഹൂദ്യ ദേശങ്ങളിലുള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണമെന്ന് പ്രസംഗിച്ചു. അതായിരുന്നു പൗലോസിന്റെ പ്രസംഗം. സോ തന്റെ പ്രസംഗ വിഷയം, തന്റെ കണ്ടന്റ് ഓഫ് ദ പ്രീച്ചിങ്, അതും താൻ ഇവിടെ പറഞ്ഞു. മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയണം, മാനസാന്തരത്തിന് യോഗ്യമായ പ്രവർത്തികൾ ചെയ്യണമെന്നാണ് ഞാൻ പ്രസംഗിച്ചത്. അത് നിമിത്തമാണ് ഞാൻ ഇപ്പോൾ യഹൂദന്മാരാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ സുവിശേഷം മുഴുവൻ ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഫെസ്തോസ് പറഞ്ഞു, ഫെസ്തോസ് ആണല്ലോ കൊണ്ടുപോയേക്കുന്നത് അഗ്രിപ്പാ രാജാവിന്റെ അടുത്ത്, പൗലോസേ നിനക്ക് ഭ്രാന്താണ്, അറിവ് കൂടിയിട്ട് ഇപ്പൊ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക, വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു, ആവശ്യമില്ലാത്തതെല്ലാം പഠിച്ച് തലയെ കയറ്റി വെച്ചിട്ട് ഇപ്പൊ നിനക്ക് ഭ്രാന്തായി. പൗലോസ് പറഞ്ഞു, രാജശ്രീ ഫെസ്തോസേ, എനിക്ക് ഭ്രാന്തില്ല. അങ്ങനെ പ്രസംഗിച്ചു വരുന്ന ഉടനെ അഗ്രിപ്പാ രാജാവിനോട് പറയുകയാണ്, അഗ്രിപ്പാ രാജാവേ, പ്രവാചകന്മാരെ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വിശ്വസിക്കുന്നു എന്ന് അവൻ അറിയിച്ചു. അഗ്രിപ്പാ പറഞ്ഞു, ഞാനും ക്രിസ്ത്യാനിയായി തീരുവാനാണോ നീ എന്നെ നിർബന്ധിക്കുന്നത്? പൗലോസ് യാതൊരു ശങ്കയും കൂടാതെ പറഞ്ഞ, അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ എന്റെ ഈ ചങ്ങലയൊഴികെ എല്ലാവരും എന്നെ പോലെ ആകണം എന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. എന്റെ ഈ ബന്ധനമൊഴികെ എല്ലാം എന്നെ പോലെ ആവണം. അതാണ് പൗലോസ്. അവര് പറഞ്ഞു, ഈ മനുഷ്യൻ മരണയോഗ്യമായതൊന്നും ചെയ്തിട്ടില്ല. കൈസരെ അഭയം ചൊല്ലിയില്ലായിരുന്നെങ്കിൽ ഇവിടെ വെച്ച് തന്നെ വെറുതെ വിട്ടേക്കാമായിരുന്നു. അപ്പൊ കുറ്റപത്രം കൊടുക്കുവാനില്ലാതെ അവരെല്ലാം കൈയൊഴിയുക. 3 ഭരണാധികാരികളാണ്, ഫെലിക്സും ഫെസ്തോസും അഗ്രിപ്പാ രാജാവ്. 24, 25, 26 അധ്യായങ്ങളിൽ 3 ഭരണാധികാരികളുടെ മുമ്പാകെ പൗലോസ് വിസ്തരിക്കപ്പെടുകയും തന്റെ സാക്ഷ്യം
പറയുകയും ചെയ്തു. കൈസരിയയിലെ തടവറവാസത്തിലാണ്. കൈസരിയയിലെ തടവറവാസത്തിലാണ്. ഈ കൈസരിയയിലെ തടവറയിൽ വെച്ചാണ് ചില ലേഖനങ്ങളൊക്കെ പൗലോസ് എഴുതുന്നത്. കൈസരിയയിലെ പൗലോസ് എത്ര നാൾ ഉണ്ടായിരുന്നു അറിയാമോ? ഈ സംഭവങ്ങളെല്ലാം നടക്കുന്ന 24, 25, 26 ഈ 3 അധ്യായങ്ങൾ. യെരുശലേമിൽ നിന്ന് താൻ കലാപത്തിന് ശേഷം പിടിക്കപ്പെടുകയും കൈസരിയിലേക്ക് സുരക്ഷിതമായി കൊണ്ടുവരികയും ചെയ്ത ശേഷം അവിടുത്തെ ഈ 5 പ്രതിവാദങ്ങൾ ഉണ്ടായി, 3 വിസ്താരങ്ങൾ, 3 ഭരണാധികാരികളുടെ മുമ്പാകെ. അപ്പൊ ഇത്രയും പ്രതിവാദങ്ങളും സാക്ഷ്യങ്ങളും എല്ലാം നടക്കുന്നതിന് 2 വർഷം എടുത്തു. കൈസരിയിലെ തടവറയിൽ പൗലോസ് 2 വർഷമാണ് ഉണ്ടായിരുന്നത്. യെരുശലേമിൽ നിന്നും പിടിക്കപ്പെട്ട ബന്ധനസ്ഥനായ പൗലോസ് ചങ്ങലകൾ ധരിച്ചുകൊണ്ട് കൈസരിയയിലെ തടവറയിൽ 2 വർഷം കിടന്നു. ഈ സമയത്താണ് കാരാഗ്രഹ ലേഖനങ്ങൾ പൗലോസ് എഴുതുന്നത്. കാരാഗ്രഹ ലേഖനങ്ങളുടെ മിക്ക ലേഖനങ്ങളും, ഫിലിപ്പിയ ലേഖനം, എഫേസ്യ ലേഖനം, ഇങ്ങനെയൊക്കെയുള്ള ലേഖനങ്ങൾ എഴുതുന്നത് ഈ ഘട്ടത്തിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ കൈസരിയയിൽ പൗലോസിനെ വിട്ടേച്ച് അവരെല്ലാം പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും തന്നെ റോമിലേക്ക് കൊണ്ടുപോകും. 27-ാം 28-ാം അധ്യായം പൗലോസിന് റോമിലേക്ക് പോകാനുള്ള അവസരം ഉണ്ടാവുകയും റോമ യാത്ര, പൗലോസിന്റെ റോമിലേക്കുള്ള യാത്ര, അതാണ് 27-ഉം 28-ഉം അധ്യായങ്ങളിൽ നമ്മൾ കാണും. അപ്പോൾ അവിടെ 27-ാം അധ്യായം ആരംഭിക്കുമ്പോൾ വീണ്ടും ഞങ്ങൾ എന്ന് പറയുന്നുള്ളത് കൊണ്ട് ലൂക്കോസും തന്നോടൊപ്പം ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പൗലോസിനെ റോമിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി അന്നത്തെ പലസ്തീനയുടെ ഗവർണറായിരുന്ന ഫെസ്തോസ് ഓഗസ്റ്റ്യൂസ് പട്ടാളത്തിന്റെ ശതാധിപനായിരുന്ന യൂലിയസിനെയാണ് ഏൽപ്പിക്കുന്നത്. 27-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, ഞങ്ങൾ കപ്പൽ കയറി ഇറ്റലിക്ക് പോകണം. ഇറ്റലി എന്ന് പറഞ്ഞാൽ റോമാണ്. ഇറ്റലിയ എന്ന് പറയുന്നത് ഇറ്റലിയാണ്. ഇറ്റലി എന്ന് പറയുന്നത് റോമിലാണ്. അപ്പം റോമിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇറ്റലിക്കുള്ള കപ്പലാണ്. കൽപ്പനയായപ്പോൾ പൗലോസിനെയും മറ്റു ചില തടവുകാരെയും ഓഗസ്റ്റ്യൂസ് പട്ടാളത്തിലെ ചക്രവർത്തിയുടെ, ഓഗസ്റ്റ്യൂസ് പട്ടാളം എന്ന് പറയുന്നത് കേന്ദ്ര മിലിറ്ററിയാണ്, അല്ലെങ്കിൽ കേന്ദ്ര പോലീസുകാരാണ്. ഓഗസ്റ്റ്യൂസ് പട്ടാളത്തിലെ ശതാധിപനായ യൂലിയോസിനെ ഏൽപ്പിച്ചു. അപ്പൊ യൂലിയോസ് എന്ന് പറയുന്ന ആളിനാണ് പൗലോസിനെ ഇറ്റലിയിലേക്ക് കൊണ്ടുപോകുവാനുള്ള, ചക്രവർത്തിയുടെ മുമ്പാകെ ഹാജരാക്കുവാനുള്ള ഉത്തരവാദിത്വം. അപ്പൊ അദ്ദേഹം വളരെയധികം കഴിവുള്ള, സ്വാധീനമുള്ള ഒരു പട്ടാളക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഒരു വലിയ സംരക്ഷണ സേനയുണ്ടായിരുന്നു. അപ്പൊ ഓഗസ്റ്റ്യൂസ് പട്ടാളം കുറച്ചും കൂടെ മികവുറ്റ ഒരു സേനയാണ്. റോമൻ പ്രോവിൻസുകളിലെ തടവുകാരെ സുരക്ഷിതമായിട്ട് റോമിൽ എത്തിക്കുവാനുള്ള പ്രത്യേക പരിശീലനം അവർക്കുണ്ടായി. ഇതിൽ പല സംഘങ്ങൾ ഉണ്ടായിരുന്നതിൽ ഒരു സംഘത്തിന്റെ തലവനായിരുന്നു യൂലിയസ്. യൂലിയോസ് പൗലോസിനോട് വളരെയധികം അനുഭാവപൂർവ്വം ഇടപെടുന്നതും കരുണ കാണിക്കുന്നതും നമുക്ക് കാണാം. ധാരാളം തടവുകാരെ റോമിൽ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ പൗലോസിനെ പോലെ നിരപരാധിയായ ഒരു വ്യക്തിയെ ഒരു പക്ഷേ യൂലിയോസ് കൊണ്ടുപോകുന്ന ആദ്യമാണ്. പൗലോസിന്റെ ഇടപാടുകളും തന്റെ ആത്മീയതയും ഇതെല്ലാം യൂലിയോസിൽ വളരെ സ്വാധീനം ചെലുത്തി. പ്രത്യേകിച്ചൊരു കുറ്റപത്രമൊന്നും തന്റെ പേരിലില്ല.
അപ്പോൾ അതുകൊണ്ട് വളരെയധികം അനുഭാവപൂർവ്വം കരുണ അദ്ദേഹത്തോട് പൗലോസിനോട് കാണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ. പൗലോസിന്റെ കൂടെ ഇറ്റലിയിലേക്ക് പോകുവാൻ ധാരാളം തടവുകാരും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയ സംഘം തടവുകാരോടുകൂടെയാണ് പൗലോസിന്റെ കപ്പൽ യാത്ര ആരംഭിക്കുന്നത്. ആ കപ്പൽ യാത്രയും വളരെയധികം സംഘർഷം നിറഞ്ഞതായിരുന്നു, പ്രതികൂലം നിറഞ്ഞതായിരുന്നു. ഒരു മിഷണറിയുടെ, ഒരു ദൈവവേലക്കാരന്റെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളെയും ദൈവത്തിന്റെ ഇടപെടലുകളെയും ദൈവോദ്ദേശത്തിന്റെ പൂർത്തീകരണത്തെയും ഒക്കെ പൗലോസിന്റെ ഈ റോമായാത്ര പ്രതിഫലിപ്പിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് 27, 28 അധ്യായങ്ങൾ നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. അതോടൊപ്പം പൗലോസിന്റെ തടവറവാസത്തിന് ശേഷം എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെ കുറിച്ച് എന്താണ് ഹിസ്റ്ററി പറയുന്നത്, പ്രത്യേകിച്ച് 2 തിമോത്തി വായിക്കുമ്പോഴാണ് പൗലോസിന് വിടുതൽ കിട്ടിയെന്നും പൗലോസ് പിന്നീട് യാത്ര ചെയ്തതെന്നും ഒക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച്, അതായത് ലൂക്കോസ് സുവിശേഷ ചരിത്രം എഴുതി അവസാനിപ്പിച്ചതിന് ശേഷം സംഭവിച്ച കാര്യങ്ങളുടെ സൂചന. കാരണം ആ കാലഘട്ടത്തിൽ പൗലോസ് എഴുതിയതാണ് 2 തിമോത്തി. അപ്പം അതുകൊണ്ട് ആ 2 തിമോത്തിയിലെ സൂചനകളിൽ നിന്നും നമുക്ക് പൗലോസിന് വിടുതൽ ലഭിച്ചുവെന്നും മരണം കാത്ത് വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ട് കിടക്കുകയാണെന്നും ഒക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ആ ഭാഗം കൂടെ പറഞ്ഞ് നമുക്ക് ആക്സിന്റെ സ്റ്റഡീസ് നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാനുള്ള അവസരമാണ്. സോ നമുക്ക് അടുത്ത ദിവസത്തെ ക്ലാസ് കൂടെ ഉള്ളൂ നമുക്ക് അപ്പോസ്തലപ്രവൃത്തികളുടെ പാഠങ്ങൾ. അപ്പൊ ഇതിനിടയ്ക്ക് എനിക്ക് എന്തെങ്കിലും ചെറിയ നോട്ട്സ് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ഇട്ടുതരാം. എന്നാൽ കുറച്ചും കൂടെ കഴിഞ്ഞ് നമുക്ക് ഒരു സമ്മറി നോട്ട് ഞാൻ തയ്യാറാക്കാം. ഞാനിപ്പോൾ അതിന്റെ കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ എഴുതി വെച്ചിരിക്കുന്ന റഫ് നോട്ട്സും ഇതെല്ലാം കൂടെ വെച്ചിട്ട് നിങ്ങൾക്ക് വളരെ ചുരുക്കമായിട്ടാണെങ്കിലും അപ്പോസ്തലപ്രവൃത്തികളുടെ ഒരു നോട്ട് ഞാൻ റെഡിയാക്കി തരാം. അല്പം കൂടെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. മിക്കവാറും ഈ സെമസ്റ്റർ അവസാനിക്കുന്നതിന് മുമ്പെങ്കിലും ഇട്ട് തരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ 24, 25, 26 അധ്യായങ്ങൾ നിങ്ങൾ ഈ ദിവസങ്ങളിൽ വായിക്കണം. വളരെയധികം ആത്മീക പ്രചോദനം നൽകുന്ന, ആത്മീക ഉത്തേജനം നൽകുന്ന ദൈവത്തിന്റെ ഇടപെടലുകൾ, ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് വലിയ ആത്മീക ഉൾക്കാഴ്ച നൽകുന്ന ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ 27, 28 അധ്യായങ്ങൾ നിങ്ങൾ അടുത്ത ക്ലാസ്സിന് മുമ്പ് ഒരു തവണയൊന്ന് വായിച്ചിട്ട് വേണം വരാൻ വേണ്ടി. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഭാഗങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ആ ഭാഗങ്ങളിലൂടെ വായിക്കണം. നമ്മൾ എന്തെല്ലാം കാര്യങ്ങളും നോട്ടും വായിച്ചാലും തിരുവെഴുത്തുകളിലാണ് ഇതിന്റെ എല്ലാം കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഭാഗങ്ങൾ നിങ്ങൾ ഒന്ന് മനസ്സിരുത്തി ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വായിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ. ഓക്കെ, മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, നമുക്ക് പ്രാർത്ഥിച്ചെങ്ങനെ ഉണ്ടെങ്കിൽ അവസാനിപ്പിക്കാം. മധു സോമൻ പാസ്റ്റർ പ്രാർത്ഥിക്കും. പി ജോൺ പാസ്റ്റർ ആശീർവാദം. കർത്താവേ, നന്ദിയോടെ സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഞങ്ങൾക്ക് കർത്താവേ ബൈബിൾ ക്ലാസ്സായി കർത്താവെ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം പഠിക്കുവാൻ അവിടുന്ന് ഒരുക്കിയ നല്ല അവസരത്തിനായി ഞങ്ങൾ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ സാറിനെ ദൈവം അതിന് ബലപ്പെടുത്തിയല്ലോ.
ഞങ്ങൾ ഇന്ന് കേട്ട വചനങ്ങൾക്കായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ കർത്താവേ ഈ ദിവസങ്ങളിൽ വചനം കേൾക്കുകയും കർത്താവെ അവിടുത്തെ വേലയിൽ ഞങ്ങൾ ഓരോരുത്തരും വർദ്ധിച്ചു വരുവാൻ ആത്മാക്കളെ നേടുന്നവരായി കർത്താവെ മിഷണറി ദൗത്യങ്ങൾ ഏറ്റെടുത്ത് കർത്താവ് ഞങ്ങളെ അയക്കുന്നിടത്തൊക്കെയും പ്രതിസന്ധികളുടെയും പ്രതികൂലത്തിന്റെ മധ്യമൊക്കെ അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം കർത്താവെ. ഞങ്ങൾ വചനം പഠിക്കുന്നത് മാത്രമല്ല കർത്താവെ, ആ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികത്തിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വചനം കേട്ട എല്ലാ പ്രിയ കർത്താവെ ദൈവദാസിദാസന്മാരെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് ഗീഗോൺ ബൈബിൾ സെമിനാരിക്കായി അതിന്റെ ഡയറക്ടേഴ്സിനായി കർത്താവെ, മറ്റ് ഫാക്കൽറ്റി അംഗങ്ങൾക്കായി എല്ലാം ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവ്. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ കർത്താവെ ബൈബിൾ ക്ലാസ്സിൽ ഇന്ന് സംബന്ധിക്കാൻ പറ്റിയവരെയും കർത്താവെ ഇതിൽ സംബന്ധിപ്പാൻ കഴിയാതിരുന്നവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ട് ദൈവകൃപയിൽ പൊതിയണമേ. ഇത്രത്തോളം ഞങ്ങളെ ദൈവം സഹായിച്ചല്ലോ. തുടർന്നും അവിടുത്തെ കൃപയിൽ ഞങ്ങളെ എല്ലാവരെയും പൊതിയണം, മഹത്വം എടുക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ആസ്വാദം പാടാം. ത്രിയേക ദൈവത്തിന്റെ സംസർഗമായി പഠിച്ചതായ എല്ലാ വിഷയത്തിന്മേലും പഠിപ്പിച്ചതായ അങ്ങയുടെ ദാസന്റെ അവിടുത്തെ അനുഗ്രഹവും ആശീർവാദങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് വരെ ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ, ആമേൻ. ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഓക്കെ.